Dear students, we can see the quantitative methods for economic analysis 2, and this class is prepared for MA Economics SD students under the University of Calicut. And the syllabus covering 5 modules. The module 1 discussed about probability and the probability distributions. Module 2 discrete and continuous probability distribution. Module 3 theory of estimation. Module 4 covers a testing of hypothesis, and the last module 5, that is analysis of variance. Let us start with the module 1, probability and probability distributions. So, what is mean by probability? എന്താണ് probability എന്ന് വെച്ചാൽ? So, probability is a number associated with an event intended to present its likelihood, chance of occurring, degree of uncertainty and so on. The probability theory has its origin in game of chance. The growth and concept of probability from its origin to its modern development can be studied by analyzing its various definitions. That means, അതായത് പ്രോബബിലിറ്റി എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള ചാൻസസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയും പ്രോബബിലിറ്റി അതിനുള്ള, അതായത് ലോട്ടറി നമ്മൾ എടുക്കുമ്പോൾ ലോട്ടറി എടുക്കാനുള്ള പ്രോബബിലിറ്റി, ലോട്ടറി അടിക്കാനുള്ള പ്രോബബിലിറ്റിയും അടിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും 50-50 ചാൻസ് ആണെന്ന് പറയും അല്ലേ. എക്സാമിന് പാസ്സാവാനും പാസ്സാവാതിരിക്കാനുമുള്ള ചാൻസ് 50-50 എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. എന്താണ്? എക്സാമിന് പഠിച്ച ആളുകൾക്ക് നന്നായിട്ട് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അധികം പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പല ഇവൻറ്റുകളെ അനുസരിച്ച് അല്ലെങ്കിൽ പല സന്ദർഭങ്ങളെ അനുസരിച്ച് ഈ പ്രോബബിലിറ്റിയുടെ തോത് കൂടിയും കുറഞ്ഞു ഇരിക്കും. എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായത്? മഴയുടെ എക്സാമ്പിൾ ആദ്യം ഞാൻ പറഞ്ഞു അല്ലേ. ടീച്ചർ പറഞ്ഞ മഴയുടെ എക്സാമ്പിൾ എന്താണ്? മഴയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ദർ ഇസ് എ 50-50 ചാൻസ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, ഇനി ലോട്ടറി എടുക്കുന്ന ആളെ സംബന്ധിച്ച് ലോട്ടറി ടിക്കറ്റ് അടിക്കാനും അടിക്കാതിരിക്കാനും ചാൻസസ് ഉണ്ട്. എത്ര ലോട്ടറി ഉണ്ടെന്ന് നമുക്കറിയില്ല. എത്ര ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? പകുതി അടിക്കാനും പകുതി അടിക്കാതിരിക്കാനുമുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയും അല്ലേ. മറിച്ച് ടീച്ചർ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? എക്സാമിന് പാസ്സാവാനും പാസ്സാവാതിരിക്കാനുള്ള ചാൻസ് 50-50 ആണോ? അല്ല. അതെന്താണ്? അതൊരു ഡെഫിനിറ്റ് ഒക്കറൻസ് ആണ്. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് പാസ്സാവാനായിട്ട് സാധിക്കും, നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി എഴുതാനായിട്ട് സാധിക്കും. മറിച്ച് ഞാനൊന്നും പഠിക്കാതെ ചുമ്മാ പോയിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ പാസ്സാവില്ല എന്നുള്ളത്. അപ്പോൾ അത് ഉറപ്പുള്ള കാര്യമാണ്. ആദ്യം പറഞ്ഞ സിറ്റുവേഷൻസ് എന്താണ്? ഉറപ്പില്ലാത്ത കാര്യമാണ്. എന്ന് നടക്കുമോ? നടക്കാനും ചാൻസ് ഉണ്ട്, നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചാൻസസിനെ, ഒക്കറൻസിനെ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ പറയുന്നതാണ് എന്ത്? പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ഈസ് എ നമ്പർ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എൻ ഈവൻറ്റ്. ഒരു പ്രത്യേക ഇവൻറ്റിന്, എന്താണ് ഇവൻ്റ് എന്ന് വെച്ചാൽ? ഒരു സംഭവം, ഒരു പ്രത്യേക സംഭവത്തിൻ്റെ നമ്പറിന് അസോസിയേറ്റ് നിൽക്കുന്നതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഇൻറ്റൻറ്റഡ് ടു റെപ്രസെൻറ്റ് ഇറ്റ്സ് ലൈക്ലിഹുഡ് എന്ന് വെച്ചാൽ വരാനും വരാതിരിക്കാനുള്ള ചാൻസ് ഓഫ് ഒക്കറിങ്, ചെയ്യാനും ചെയ്യാതിരിക്കാനും, ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി. അപ്പോൾ ഇതെല്ലാമാണ് എന്ത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നമ്പർ അസോസിയേറ്റഡ് വിത്ത് ആൻ ഈവൻറ്റ് ഇൻറ്റൻഡഡ് ടു റെപ്രസെൻറ്റ് ഇറ്റ്സ് ലൈക്ലിഹുഡ് ആകാം, ചാൻസ് ഓഫ് ഒക്കറിങ് ആവാം, ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ആവാം. നിശ്ചയമല്ലാത്ത എന്തോ ഒരു കാര്യത്തിൻ്റെ എത്രത്തോളം നിശ്ചയമാകും എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗത്തെ എന്തെന്ന് പറയാം? പ്രോബബിലിറ്റി എന്ന് പറയാം. So how we can define a probability? So the definition of probability mainly consisted the 3 definitions for probability. What are the 3 definitions? One is classical definition of probability, that is also known as mathematical definition. Second is the frequency definition of probability, that is a statistical definition. And the last one is axiomatic definition of probability. So we have 3 definitions of probability: classical definition, frequency definition and axiomatic definition. Start with the classical definition of probability. എന്താണ് classical definition of probability? So classical definition of probability നമ്മൾ പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? First of all we have to understood some important concepts. What are the concepts? The first concept is a random experiment. What is a random experiment?
So, random experiment is a physical phenomena, and at its completion we observe certain results. There are some experiments that is called deterministic experiments whose outcomes can be predicted. In other words, by a random experiment we mean it should be repeatable under uniform conditions, it should have several possible outcomes, and one should not predict the outcome of a particular trial. For example, we have to toss a coin, rolling a die, lifetime of a machine, length of a tables, weight of a newborn baby, weather condition of a certain region, etc. So, what is a random experiment? എന്താണ് random experiment എന്ന് വെച്ചാൽ? റാൻഡം എക്സ്പെരിമെൻറ്റ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു സംഭവത്തെ പറയുന്നത്, അതായത് ഞാനിപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുള്ള സാധ്യത, ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്, എൻ്റെ ടീം ജയിക്കുമോ ജയിക്കാതിരിക്കുമോ എന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സാധ്യത, അതല്ലെങ്കിൽ ആരാണ് ജയിക്കുന്നത്, എ എന്ന് പറയുന്ന ടീം ജയിക്കുമോ ബി എന്ന് പറയുന്ന ടീം ജയിക്കുമോ എന്ന് പറയാനുള്ള സാധ്യത. അപ്പോൾ ആ പ്രവൃത്തിയെ പറയുന്നതാണ് എന്ത്? എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? So, it is a physical phenomena. There is physical phenomena and it is a completion. We observed a certain result. At last, അതായത് ഈ എക്സ്പെരിമെൻ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എൻഡിൽ, അതിൻ്റെ അവസാനത്തിലൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ആ റിസൾട്ടിനെ നമുക്ക് ഉറപ്പായിട്ടും ഇന്നതാണ് സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ പ്രോബബിലിറ്റിയെ, ആര് വിജയിക്കുമെന്ന് പ്രോബബിലിറ്റിയെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്കിൽ ആ പ്രത്യേക സംഭവ വികാസത്തെ, ആ ഒരു പ്രത്യേക പരീക്ഷണത്തിനെ പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എങ്കിൽ എല്ലാ സംഭവവും റാൻഡം എക്സ്പെരിമെൻ്റ് ആണോ? അല്ല. റാൻഡം എക്സ്പെരിമെൻ്റ് ആവണം എന്തെല്ലാം വേണം? ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റബിൾ അണ്ടർ യൂണിഫോം കണ്ടീഷൻസ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവണം. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് സെവറൽ പോസിബിൾ ഔട്ട്കംസ്. കുറേ ഔട്ട്കം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടാവണം. And one should not predict the outcome of a particular trial. For example, we have to toss a coin. നമ്മളുടെ കയ്യിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1ൻ്റെ കോയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ബെറ്റ് വയ്ക്കും അല്ലേ, കൂട്ടുകാരൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ബെറ്റ് വയ്ക്കും. ബെറ്റ് നമ്മൾ പറയും ചുമ്മാ എന്താണ്, ഒരു കോയിൻ എടുത്ത് ഞാൻ ടോസ് ചെയ്ത് പറയാണ് ഹെഡാണോ വരിക ടൈലാണോ വരിക എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നു ഹെഡ് വരുന്നു, അപ്പോൾ മറ്റാൾ പറയുന്നു ടെയിൽ വരും എന്ന് പറയുന്നു. അപ്പോൾ ആര് പറയുന്നതാണ് ശരി എന്ന് നോക്കാം എന്ന് പറയും. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയും നീ പറഞ്ഞത് വരാൻ 50 ചാൻസ് ഉണ്ട്, അവർ പറഞ്ഞത് വരാൻ 50 ചാൻസ് ഉണ്ട്. സോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഔട്ട്കം ഉണ്ടാകുന്നത് ഉറപ്പല്ലേ? എന്തായിരിക്കും ഔട്ട്കം? ഐദർ ഇറ്റ് വിൽ ബി എ ഹെഡ് ഓർ ഇറ്റ് വിൽ ബി എ ടെയിൽ. ക്ലിയർ അല്ലേ? ഇനി റോളിങ് എ ഡൈ, ഒരു ഡൈ റോൾ ചെയ്യുമ്പോഴോ അതും ഇതുപോലെ തന്നെയാണ്. ഈ 6 ഔട്ട്കം ഉള്ളതാണ് ഒരു ഡൈ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 6 ഔട്ട്കമ്മിൽ ഏതെങ്കിലും ഒരു ഫേസ് വരാനുള്ള പോസിബിലിറ്റി ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവാം. ദ ലൈഫ് ടൈം ഓഫ് എ മെഷീൻ, ഒരു മെഷീൻ നമ്മൾ മേടിച്ചു, അതിന് ലൈഫ് ടൈം എത്രയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മെഷീൻ ആവണ്ട വേറെ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ മേടിച്ചു, നമ്മളോട് പറയും വാറണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് എന്നൊക്കെ പറയും. പിറ്റേ ദിവസം അത് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അല്ല തിരിച്ചുണ്ട്, അവരുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും അത് ലൈഫ് ലോങ് നിൽക്കാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇങ്ങനൊരു ക്ലാസിക്കൽ ഡെഫിനിഷനിൽ റാൻഡം എക്സ്പെരിമെൻറ്റ് ഡിഫൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസാണ്. നെക്സ്റ്റ് ദെയർസ് എ ട്രയൽ ആൻഡ് ഇവൻറ്റ്. ഒരു ഇവൻറ്റും ഒരു ട്രയലും എന്താണ്? Trial is an attempt to produce an outcome of a random experiment. For example, if we toss a coin or throw a die, we are performing trials. The outcomes is an experiment are termed as events or cases. അതായത് ഒരു പ്രത്യേക എക്സ്പെരിമെൻറ്റ്, നമ്മൾ ഈ പറയുന്ന ഡൈ ടോസിങ്ങിനാവട്ടെ, കോയിൻ ടോസിങ്ങിനാവട്ടെ, അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ ലൈഫ് ടൈം പറയുന്നതിനാവട്ടെ, ഇതിനെല്ലാത്തിനെയും അതിൻ്റെ എല്ലാ ഔട്ട്കമ്മിനെയും നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ഔട്ട്കം എ, ഔട്ട്കം ബി, ഔട്ട്കം സി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കം ഉണ്ടാവും? 2 ഔട്ട്കം അല്ലേ. ഒരു തവണ ഞാൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹെഡ് വരാം, ഒന്നുകിൽ ടെയിൽ വരാം. അപ്പോൾ ഐദർ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ടെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ വരാവുന്ന സാധ്യതകളുടെ ഔട്ട്കമ്മിനെ പറയുന്ന പേരാണ് എന്ത്? ദാറ്റ് ഇസ് ദാറ്റ് ടു ഗെറ്റിംഗ് എ ഹെഡ് ഓർ എ ട്രെയിൽ ഇൻ ടോസിങ് എ കോയിൻ ഈസ് എൻ ഇവൻറ്റ്. ക്ലിയർ ആണല്ലോ? സോ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി, ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരാവുന്ന ഓരോ സാധ്യതയും ഓരോ ഔട്ട്കമ്മിനെയും നമ്മൾ ഒരു ഇവൻ്റ് എന്ന് പറയുന്നു. ഇനി ഒരു ഇവൻറ്റിനെ നമ്മൾ എങ്ങനെയാണിത് മെഷർ ചെയ്യുക, എങ്ങനെയാണ് കാണിക്കുക? ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എ, ബി ആൻഡ് സി. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. എന്താണ് ഒരു ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ?
Events or cases are said to be equally likely. We have no reason to expect one rather than the other. For example, when we toss a coin, there will be an equal chance to get head or tail. There will be unbiased events. Okay, അപ്പം എന്തൊക്കെ നിന്ന് മനസ്സിലായി? ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കമ്മിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പറയും ട്രയൽ ഇവൻ്റ് എന്ന് പറയും, ട്രയൽ ഓപ്ഷൻ എന്ന് പറയുന്നു. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഒരു ഡൈനെ ടോസ് ചെയ്യുന്നതിനെ ഇതിനെല്ലാം നമ്മൾ എന്ത് പറയുന്നു? ട്രയൽ ഇവൻ്റ് എന്ന് ട്രയൽ എന്ന് പറയുന്നു. അതിൽ വരുന്ന ഓരോ ഔട്ട്കമ്മിനെയും നമ്മൾ എന്ത് പറയുന്നു? ഇവൻ്റ് എന്ന് പറയുന്നു. ABCD എന്ന് എഴുതാൻ പറ്റുന്നതിനെ നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നു. ഇനി എന്താണ് ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് വെച്ചാൽ? അതായത് കിട്ടാവുന്ന, അതായത് എൻ്റെ ചെയ്യുന്ന ആ ഓരോ ഔട്ട്കം ഉണ്ടല്ലോ, ഹെഡ് വരികയായാലും ടെയിൽ വരികയായാലും കിട്ടുന്ന ആ ഓരോ ഔട്ട്കവും അതിൻ്റെ സാധ്യതകൾ എന്തായിരിക്കും? അതിന് കിട്ടുന്ന ചാൻസ് എന്തായിരിക്കും? വരാനുള്ള ചാൻസ് ഹാഫ് ആയിരിക്കും. പകുതി ചാൻസാണ് വിൻ ചെയ്യാനുള്ളത്. ആ ചാൻസസിനെ പറയുന്ന പേരാണ് ഈക്വലി ലൈക്ലി ഈവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇസ് എക്സ്ഹോസ്റ്റീവ് ഈവൻസ്. എന്താണ് എക്സ്ഹോസ്റ്റീവ്? The set of all possible outcomes in a trial constitutes the set of exhaustive cases. For example, if we toss a coin, there will be 2 exhaustive cases, head or tail. ഓക്കെ, അപ്പോൾ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക റാൻഡം എക്സ്പെരിമെൻറ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരാവുന്ന ഓരോ ഔട്ട്കമിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇവൻറ്റിൻ്റെയും ട്രയലിനെ അതിനൊരു സെറ്റാക്കി എഴുതുമ്പോൾ നമ്മൾ സെറ്റ് ഓഫ് എക്സ്ഹോസ്റ്റീവ് കേസസ് എന്ന് പറയും. ഓരോ കേസസ് എന്നാണ് പറയുക. Okay, ini mutually exclusive events. Events said to be mutually exclusive means if the happening of any one of them excludes happening of other in a trial. അതായത് എറ്റ് എ ടൈം രണ്ടും വരാനായിട്ട് സാധിക്കില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്തു. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ വരാവുന്ന സാധ്യതകൾ എന്താണ്? ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം അല്ലേ? ഹെഡ് വന്നാൽ ടെയിൽ വരുമോ? ഇല്ല. ടെയിൽ വന്നാൽ ഹെഡ് വരുമോ? ഇല്ല. ഏതെങ്കിലും ഒന്നേറ്റ ടൈം സംഭവിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ പറയുന്ന ഇവൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഹാപ്പനിങ് ഓഫ് എനി വൺ ഓഫ് ദം എക്സ്ക്ലൂഡ്സ് ദ ഹാപ്പനിങ് ഓഫ് ദി അതർ ഇൻ എ ട്രയൽ. Next is the favorable cases. The cases which entails to occurrence of an event is said to be favorable to the events. For example, while tossing a die, the occurrence of 1 or 3 or 5 are favorable events which entitle of an odd number. എന്ന് വെച്ചാൽ എന്താണ് ഒരു ഡൈ എന്ന് വെച്ചാൽ? ഡൈ എന്ന് വെച്ചാൽ നമ്മൾ ഈ പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളിങ്ങനെ ഇടുന്ന സാധനം അല്ലേ? അതാണ് ഡൈ എന്ന് പറയുന്നത്. ആ ഡൈക്ക് എത്ര ഫേസ് ഉണ്ടായിരിക്കും? ചില ഫേസിൽ ഇതിൽ ഒരു കുത്തേ ഉണ്ടാവുള്ളൂ അല്ലേ? അത് ഒന്നാമത്തെ ഫേസ്. അടുത്ത ഫേസിലോ ഒരു ഭാഗത്ത് 2 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ഫേസ്. ദെൻ 3 ഫേസ് ഉള്ളതുണ്ടായിരിക്കും, 4 ഫേസ് ഉള്ളതുണ്ടായിരിക്കും, പിന്നത്തെ ഫേസ് 5 ഫേസ് ഉള്ളതുണ്ടായിരിക്കും. ഇങ്ങനെ ഒത്തിരി ഫേസസ് ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ഒത്തിരി എന്ന് വെച്ചാൽ എത്ര വരെ നിൽക്കും? ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ എത്ര ഫേസ് ഡൈക്കുണ്ട്? 1, 2, 3, 4, 5 and 6 ഫേസസ് ആണ് ഒരു ഡൈക്കുള്ളത്. എങ്കിൽ ഇതിൽ 1 എന്ന് പറയുന്ന ഫേസും 3 എന്ന് പറയുന്ന ഫേസും 5 എന്ന് പറയുന്ന ഫേസും വരാനുള്ള പോസിബിലിറ്റിനെ മാത്രം എടുത്തെഴുതുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഫേവറബിൾ കേസസ്. എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകൾ വരാനുള്ള, അതായത് ഒരു പ്രത്യേക എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേക എക്സ്പെരിമെൻറ്റ് ഏതാണ്? ഹിയർ ദ പ്രത്യേക എക്സ്പെരിമെൻറ്റ് ഈസ് ഡൈ ടോസിങ് എക്സ്പെരിമെൻറ്റ് അല്ലേ? അപ്പോൾ സോ എൻ എക്സ്പെരിമെൻറ്റ് ഹാവിങ് എ ഫേവറബിൾ കേസസ് വിച്ച് ആർ tossing a die having the favorable cases is to come the outcome with an odd number. ഓഡ് നമ്പർ വരാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേവറബിൾ കേസ് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് ഇവിടുത്തെ ഫേവറബിൾ കേസ്? 1, 2, 3, 4, 5, 6 ഉണ്ടാവോ? ഇല്ല. പകരം 1, 3 and 5. അപ്പോൾ അപ്പുറത്തെ ഫേവറബിൾ കേസ് അപ്പോൾ എന്തായിരിക്കും? അടുത്ത് വരാനുള്ള ഫേവറബിൾ കേസ് എന്തായിരിക്കും? 2, 4, 6. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? സോ ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യാണ്. നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യ വരണം, അല്ലെങ്കിൽ ടോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇരട്ട സംഖ്യ വരണം എന്ന് പറയുന്നു. ഒന്നുകിൽ ഈ ഓഡ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൺ നമ്പർ ആയിരിക്കാം. ഇതിനെല്ലാം നമുക്ക് എന്ത് പറയാം? ഒരു ഫേവറബിൾ കേസാക്കി മാറ്റാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് എന്ത്? ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? ക്ലാസിക്കൽ ഡെഫിനിഷൻ ആവണമെങ്കിൽ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് അറിയണം, ട്രയൽ ആൻഡ് ഇവൻറ്റ്, ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്, എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്,
mutually exclusive events and favorable cases. So 6 concepts. So the classical definition of probability is if a trial results in n mutually exclusive, equally likely and exhaustive cases and m of them are favorable to happening of an event A, the probability of A designed as P of A defines as probability of A is equal to m by n. It is equal to number of favorable cases divided by total number of cases. Obviously, 0 less than equal to probability of getting A less than or equal to 1, where probability of A is equal to 0, A is called impossible events. When probability of A is equal to 1, it is A is called sure event. When 0 less than equal to P of A less than equal to 1, A is called random event. ഒന്ന് മനസ്സിലായില്ലല്ലോ? എന്താണെന്ന് മനസ്സിലാക്കി തരാം. എന്താണ്? If a trial results in n mutually exclusive, equally likely and exhaustive cases. ഇതൊക്കെ എന്താ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു അല്ലേ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, ഈക്വലി ലൈക്ലി ആയിട്ടുള്ള ആൻഡ് എക്സ്ഹോസ്റ്റീവ് കേസസ് ആയിട്ടുള്ള എത്ര ഇവൻറ്റ്സ് ഉണ്ട്? n ഇവൻറ്റ്സിൽ. അതായത് നമ്മുടെ കയ്യിൽ n ഇവൻറ്റ്സ് ഉണ്ട്. എന്താണ് ഈ n ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ? ഞാനിവിടെ എഴുതി കാണിക്കാം. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒന്നിൻ്റെ ചാൻസ് മറ്റൊന്നിനെ തടയാനായിട്ട് പാടില്ല. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരികയാണെങ്കിൽ ടെയിൽ വരാൻ പാടില്ല, ടെയിൽ വരികയാണെങ്കിൽ ഹെഡ് വരാൻ പാടില്ല. ഇനി ഈക്വലി ലൈക്ലി. എന്താണ് ഈക്വലി ലൈക്ലി? ഹെഡിന് വരാനും ടെയിലിന് വരാനും ഉള്ള സാധ്യതകൾ തുല്യമായിരിക്കണം. ആൻഡ് എക്സ്ഹോസ്റ്റീവ് കേസസ്. അങ്ങനെ എത്ര കേസസ് ഉണ്ട്? n കേസ് ഉണ്ടെന്ന് വിചാരിക്കുക. കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എത്ര കേസസ് ഉണ്ട്? 2 കേസ്. ഒറ്റ തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ. 2 തവണ കോയിൻ ടോസ് ചെയ്യുമ്പോഴോ 4 കേസസ് വരും. ക്ലിയർ അല്ലേ? അങ്ങനെ പലതരത്തിൽ. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം, പിന്നീട് വരാം. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ n എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് കേസസിൽ നമ്മൾ എന്താണ് എടുക്കാൻ പോകുന്നത്? m എന്ന് പറയുന്ന ചാൻസസിന് എടുക്കുകയാണെങ്കിൽ വി ആർ ടേക്കിംഗ് the event m, and how many events we have? n events. Then we can write it as, എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഇവൻ്റ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ. ഈ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹെഡ് വരാനുള്ള ചാൻസസ് ആണെന്ന് വിചാരിക്കാം. ഒന്നുകൂടെ പറയാം, ഒക്കെ മാച്ച് കളയട്ടെ. ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചാൽ സപ്പോസ് we can choose an event A. A എന്ന് പറയുന്നൊരു ഇവൻ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആ ഇവൻ്റ് അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യം നമുക്ക് സംഭവിക്കണം. ഇവിടുത്തെ പ്രത്യേക കാര്യം എന്തായിരിക്കണം? സപ്പോസ് നമ്മളിപ്പോൾ പറയുകയാണ് ഹെഡ് വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കണമെങ്കിൽ ഹെഡ് വരാൻ എത്ര പോസിബിലിറ്റി ഉണ്ടാകും ഒരു തവണ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ? ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതിന് എത്ര കേസസ് ഉണ്ട്? ഞാൻ എടുക്കാൻ പോകുന്ന കേസ് എന്താണ്? ഹെഡ് വരണം. ഹെഡ് വരണമെങ്കിൽ m ആയിരിക്കണം. ഹെഡ് വരാനുള്ള ചാൻസിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? m എന്ന് പറയുന്നു. എങ്കിൽ എത്ര ചാൻസ് മൊത്തമുണ്ട്? n ചാൻസസ് ഉണ്ട്. എങ്കിൽ ഇതിനർത്ഥം എന്താണ്? m എന്ന് പറയുന്നത് ഫേവറബിൾ കേസ് എത്ര എണ്ണം വരും? ഒന്നല്ലേ വരത്തുള്ളൂ. ഒരു തവണയാണ് കോയിൻ ടോസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു കോയിൻ, ഇതാണ് ഒന്നിൻ്റെ ഒരു കോയിൻ, ഇത് ഞാൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കം ഉണ്ടാകും? ഒന്നുകിൽ ഹെഡ് വരും, അല്ലെങ്കിൽ ടെയിൽ വരും അല്ലേ? എങ്കിൽ എത്ര കേസസ് ഉണ്ട്? എത്ര കേസ് ഇവിടെ വരും? ഇതൊരു കേസ്, ഇത് 2 കേസ്. എന്ന് വെച്ചാൽ 2 കേസാണ് ഇവിടെ ഉള്ളത്. ഒന്നുകിൽ കേസ് എച്ചും അല്ലെങ്കിൽ കേസ് ടിയും, ഹെഡും ടിയും. അപ്പോൾ ടോട്ടൽ കേസസ് ഈസ്, അതിനെന്ത് ഡിനോട്ട് ചെയ്യുന്നു? n എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ടോട്ടൽ കേസ് ഈസ് n. കണ്ടോ? n. ഇനി ഫേവറബിൾ കേസ് എന്താണ്? ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഹെഡ് വരണം. അതിനുള്ള ചാൻസ് എത്രയാണ്? അല്ലെങ്കിൽ എത്ര തവണ n വരും? ഒരു തവണ വരുള്ളൂ. ഒരു തവണയല്ലേ കോയിൻ ടോസ് ചെയ്യുന്നുള്ളൂ. സോ ഹെഡ് വരാനുള്ള ചാൻസ് 1/n. എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്. സോ പി ഓഫ് എ എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു 1/2. എന്താ 1/2 എന്ന് വെച്ചാൽ? 0.5. 50 ചാൻസ്. മനസ്സിലായോ? സോ ഇതിനെയാണ് എന്ത്? ക്ലാസിക്കൽ ഡെഫിനിഷൻ. അപ്പോൾ എന്താണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി? if we have P of A is equal to m by n,
is equal to where m is number of favorable cases divided by n total number of cases. So what is the classical definition of probability? In a trial result n mutually exclusive events, n എന്ന് പറയുന്നത് ടോട്ടൽ ഇവൻറ്റ്സ് കേട്ടോ. ആ ഇവൻറ്റ്സ് എന്തൊക്കെ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആയിരിക്കണം. ഈക്വലി ലൈക്ലി എക്സോസ്റ്റീവ് കേസ് ആണെങ്കിൽ നമുക്ക് എടുക്കാനുള്ള ചാൻസ് എന്താണ്? എം ഓഫ് ദം. അതായത് ടോട്ടൽ എക്സിൽ നിന്നും ടോട്ടൽ n കേസസിൽ നിന്നും m എടുക്കാനുള്ള പോസിബിലിറ്റിയെ ഫേവറബിൾ ടു ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റ് എ, ദ പ്രോബിലിറ്റി ഓഫ് എ ഡിസൈൻഡ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡെഫിനേഷനിൽ എങ്ങനെ പറയും? Probability of A is equal to m by n equal to number of favorable cases divided by total number of cases. ഇനി ഈ കേസസ് എങ്ങനെയൊക്കെ ആവാം? ഈ പി ഓഫ് എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കും. എങ്കിൽ 0 ആണെങ്കിൽ അതിനർത്ഥം എന്താ? എ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇമ്പോസിബിൾ ഇവൻ്റ് വരാൻ പാടില്ലാത്ത, അത് പോസിബിളേ അല്ലാത്ത ഇവൻറ്റിനെയാണ് 0 സൂചിപ്പിക്കുന്നത്. ഇനി പി ഓഫ് എ, പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ആ നമ്മൾ എടുക്കാൻ പോകുന്ന ഇവൻറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിലോ അതൊരു ഷുവർ ഇവൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈക്വൽ ചാൻസ് എന്നർത്ഥം. ക്ലിയർ ആണോ? ഹെഡ് അതായത് ഈക്വൽ ആണ്. ഓക്കെ. ദെൻ വെൻ 0 ലെസ് ദാൻ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു 1. ഓക്കെ. 0ക്കും 1നും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? റാൻഡം ഇവൻറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ. അത് റാൻഡം ഇവൻറ്റ്, അതിന് എല്ലാവർക്കും ഒരേ തുല്യമായിട്ടുള്ള ഇതാണ് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ദ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. നെക്സ്റ്റ് ഈസ് എ ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. നമ്മൾ 3 തരം ഡെഫിനേഷനാണ് പറഞ്ഞത്. ക്ലാസിക്കൽ ഡെഫിനേഷൻ, ദെൻ ഫ്രീക്വൻസി ഡെഫിനേഷൻ. എന്താണ് ഫ്രീക്വൻസി ഡെഫിനേഷൻ? രണ്ടാമത്തെ, ദ ട്രയൽസ് ബി റിപ്പീറ്റഡ് ഓവർ എ ലാർജ് നമ്പർ ഓഫ് ടൈംസ് അണ്ടർ എസെൻഷ്യലി ഹോമോജീനിയസ് കണ്ടീഷൻ. ദ ലിമിറ്റ് ഓഫ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഇവൻറ്റ് എ ഹാപ്പൻസ് m to be total number of trials n, as number of trials tends to infinity is called the probability of the event A. സാധാരണ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ക്ലാസിക്കൽ ഡെഫിനേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത്. It is however assumed that the limit is unique as well as finite. അതായത് ഫ്രീക്വൻസി ഡെഫിനേഷൻ എന്ന് പറയുന്നത് എത്ര തവണ ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് ഫ്രീക്വൻസി ഡെഫിനേഷൻ. എങ്ങനെയാണ് ഫ്രീക്വൻസി ഡെഫിനേഷൻ? പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിങ്ങനെയാണ് വായിക്കുക. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു, ഈ ഏറോ മാർക്ക് നമ്മൾ പറയും ടെൻസ് ടു ഇൻഫിനിറ്റി m by n. അതായത് എന്താ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എത്രയോ തവണ ഇതിങ്ങനെ ആവർത്തിച്ച് വരാൻ പോകുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ limit n tends to infinity m by n is called frequency definition. Then the last one, third definition is axiomatic definition of probability. What is axiomatic definition of probability? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അടുത്തൊരു സാധനം മനസ്സിലാക്കണം, സാമ്പിൾ സ്പേസ്. അടുത്തൊരു കൺസെപ്റ്റാണ് സാമ്പിൾ സ്പേസ്. എന്താണിത്? The set of all possible of a random experiment is called a sample space. It is usually denoted by S. Every element of the sample space is called sample points of elementary outcomes. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ പോസിബിലിറ്റിനെയും ഒരുമിച്ചൊരു ഡബിൾ ബ്രാക്കറ്റിൽ അങ്ങോട്ട് എഴുതുന്നതിന് പറയുന്ന പേരാണ് എന്ത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുണ്ടാക്കുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തിൻ്റെ ലിസ്റ്റ് അല്ലേ, അങ്ങനെ നമുക്ക് പറയാം അല്ലേ. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് എന്ത്? എസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് എഴുതുന്നത്? എസ്. കണ്ടോ? സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു, ഇതൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഔട്ട്കം വരാം? ഓൾ പോസിബിൾ ഔട്ട്കംത്തിന് നമ്മൾ എഴുതണ്ടേ. അപ്പോൾ ഒരു കോയിൻ ഒരു തവണ ഞാൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കം ഉണ്ടാവും? 1 ഹെഡ് വരാം, 2 ടെയിൽ വരാം. ഇതാണ് എന്ത്? ഒരു സാമ്പിൾ സ്പേസ് ഓഫ് ടോസിങ് എ കോയിൻ വൺസ്. ഓക്കെ. ഒരു കോയിൻ ഒരു തവണ ടോസ് ചെയ്താൽ ഉണ്ടാകാവുന്ന സാമ്പിൾ സ്പേസിനെയാണ് ഇപ്പോൾ ടീച്ചർ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്തത് ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസ് അപ്പോൾ എന്തായിരിക്കും? എസ് ഈക്വൽ ടു, ഡൈ ടോസ് ചെയ്യുമ്പോൾ എത്ര ഇവൻ്റ് ഉണ്ടാവും? എസ് ഈക്വൽ ടു, ഒരു തവണ ടോസ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഏതൊക്കെ വരാം? 1 എന്ന് പറയുന്ന ഫേസ് വാല്യൂ വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഓക്കെ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സാമ്പിൾ സ്പേസസ് വെൻ വി ആർ ടോസിങ് എ ഡൈ വൺസ്. ഒരു തവണ. ഇത് 2 തവണ ടോസ് ചെയ്യുന്ന വിചാരിക്കുകയും അപ്പോൾ അതൊരു വലിയൊരു ഷീറ്റാണ് അല്ലേ. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട്
sample space. For example, sample space for tossing a coin is equal to either head or tail. When we toss that coin in twice, രണ്ട് തവണ നമ്മൾ ആ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇവിടെ കിടക്കുന്നു കണ്ടോ, ഇതെന്താ സാധനം? അതായത് ഒരു തവണ ടോസ് ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രണ്ട് തവണ ടോസ് ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സ്പേസ് എന്തൊക്കെ വരാം? ഒരു ഹെഡ്, രണ്ട് തവണ ടോസ് ചെയ്തപ്പോഴും ഹെഡ് വരാം. അതാണ് ഹെഡ് ഹെഡ് എന്ന് എഴുതിയിരിക്കണേ കണ്ടോ. രണ്ട് തവണ ഞാൻ ടോസ് ചെയ്തപ്പോഴും ഹെഡ് വന്നു എന്ന് വിചാരിക്കും. ഇതേപോലെ തന്നെ എന്ത് ഉണ്ടാവാം? രണ്ട് തവണ ടോസ് ചെയ്തപ്പോഴും ടെയിൽ വരും അല്ലേ. ഇനി ആദ്യത്തെ ഒരു തവണ ടോസ് ചെയ്തപ്പോൾ ഹെഡ്, രണ്ടാം തവണ ടോസ് ചെയ്തപ്പോൾ ടെയിൽ വരാം. ഇല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം. ആദ്യത്തെ ഒരു തവണ ടോസ് ചെയ്തപ്പോൾ ടെയിൽ വന്നു, രണ്ടാം തവണ ടോസ് ചെയ്തപ്പോൾ ഹെഡ് വന്നു. ഇതും വരാം. എന്ന് വെച്ചാൽ എത്ര ഔട്ട്കം ഉണ്ട് മക്കളെ? 1 2 3 4 കണ്ടോ. അതായത് ഒരു കോയിൻ ഒരു തവണ ടോസ് ചെയ്തപ്പോൾ 2 ഔട്ട്കം, ആ സെയിം കോയിൻ രണ്ട് തവണ ടോസ് ചെയ്യുമ്പോൾ 4 ഔട്ട്കം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഔട്ട്കമിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കോയിൻ ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കമാണ്? 2 ഔട്ട്കം അല്ലേ. അതായത് ഔട്ട്കം റേസ് ടു ദ നമ്പർ ഓഫ് ആക്ഷൻസ്. ഓക്കെ, അത് 2 റേസ് ടു 1 ഈക്വൽ ടു 2. ഇനി ഇതേ ഔട്ട്കം തന്നെ, ഇതേ ഔട്ട്കമുള്ള അതേ എക്സ്പെരിമെൻറ്റ് രണ്ട് തവണ ടോസ് ചെയ്യുമ്പോൾ 2 റേസ് ടു 2 ഈക്വൽ ടു 4. ഓക്കെ, ഇനി ഇതേ രണ്ട് ഔട്ട്കമുള്ള കോയിൻ 3 തവണ ടോസ് ചെയ്ത് നോക്കൂ, എത്ര വരും? ഈക്വൽ ടു 8 അല്ലേ. അപ്പോൾ ഇങ്ങനെ മാറി മാറിയിരിക്കും. അപ്പോൾ ഇതിനുള്ള സൂത്രം എന്താണ്? ആ എത്ര ഔട്ട്കം ഉണ്ടോ ആ ഔട്ട്കം റേസ് ടു ദ നമ്പർ ഓഫ് ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി എത്ര തവണ ചെയ്തിട്ടുണ്ടെന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമുക്ക് 8 ഔട്ട്കം കിട്ടുക. ആ 8 ഔട്ട്കം ഏതൊക്കെയായിരിക്കും? 3 തവണ ടോസ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹെഡ് ഹെഡ് ഹെഡ്, പിന്നെ ടെയില് ടെയില് ടെയില്, ദെൻ ഹെഡ് ടെയില് ഹെഡ്, ഇങ്ങനെ അങ്ങനെ പോവും അല്ലേ. എഴുതി നോക്കണോ? ചുമ്മാ എഴുതി നോക്കാം. അതായത് 3 തവണയാണെങ്കിൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹെഡും, ആദ്യത്തെ തവണ ഹെഡ്, രണ്ടാം തവണ ഹെഡ്, മൂന്നാം തവണ ഹെഡ് വരാം. ഇനി ആദ്യത്തെ തവണ ഹെഡ്, രണ്ടാം തവണ ടെയില്, മൂന്നാം തവണയും ടെയിൽ വരാം. ദെൻ ആദ്യത്തെ തവണ ഹെഡ്, രണ്ടാം തവണ ടെയില്, മൂന്നാം തവണയും ഹെഡ് വരാം. 3 ഔട്ട്കമായില്ലേ. ഇനി പിന്നെയോ ആദ്യത്തെ തവണ ടെയില്, രണ്ടാം തവണ ടെയില്, മൂന്നാം തവണ ഹെഡ് വരാം. പിന്നെയോ ആദ്യം ടെയില്, രണ്ടാം തവണ ഹെഡ്, മൂന്നാം തവണയും ഹെഡ് വരാം. പിന്നെ ആദ്യത്തെ തവണ ടെയില്, രണ്ടാം തവണ ടെയില്, മൂന്നാം തവണയും ടെയിൽ വരാം. 6 ഇനി ഒരു പോസിബിലിറ്റി കൂടി ഉണ്ടല്ലേ. എവിടെ എത്തി? ഓക്കെ, ഇനിയോ ആദ്യത്തെ തവണ ടെയില്, രണ്ടാം തവണ ഹെഡ്, മൂന്നാം തവണ ടെയില്. ഓക്കെ, ഇനി ഒന്നെന്ത് വരും? ആദ്യത്തെ തവണ ഹെഡ്, രണ്ടാം തവണ ടെയില്, മൂന്നാം തവണയും ടെയില്. ഇങ്ങനെ 8 ഔട്ട്കം ഉണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പലതും. ഇനി ഇതേ സാധനം തന്നെ ഞാൻ 4 തവണയെന്ന് വിചാരിക്കുമോ, അപ്പോൾ എന്തായിരിക്കും? ഔട്ട്കം റേസ് ടു ദ നമ്പർ 2 റേസ് ടു 4 ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ ഒത്തിരി ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര തവണ നമുക്ക് ചെയ്യാം? ഇൻഫിനിറ്റ് ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഡെഫിനേഷൻ നമ്മൾ എന്ത് പറഞ്ഞത്? ഇതിൻ്റെ ലിമിറ്റ് എവിടെ വരെ വരാം? ഇതിൻ്റെ ലിമിറ്റ് എവിടെ വരെ വരാം? ആ ലിമിറ്റ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എവിടം വരെ വരാം? ലിമിറ്റ് എന്ന് പറയുന്നത് n ടെൻസ് ടു ഇൻഫിനിറ്റി. n എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്കം അല്ലേ. ഇൻഫിനിറ്റ് ടൈം വരാം. ദെൻ m/n. കറക്റ്റ്. ഓക്കെ, സോ ഇതിനെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമ്പിൾ സ്പേസ് എഴുതുന്നതിനാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഔട്ട്കംസ് ഈസ് എൻ എക്സ്പെരിമെൻറ്റ്. ഇൻ എൻ എക്സ്പെരിമെൻറ്റ് ആർ ടേംഡ് ആസ് എൻ ഇവൻറ്റ്. ഒരു ഡിഫറെൻറ്റ് ഔട്ട്കംസിൻ്റെ ഓരോ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗെറ്റിംഗ് എ ഹെഡ് ഓർ ടെയിൽ ഇൻ ടോസിങ് എ കോയിൻ ഈസ് എൻ ഇവൻറ്റ്. യൂഷ്വലി ഇവൻറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ലൈക്ക് എ, ബി ആൻഡ് സി. അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സി എന്ന് പറയുന്നത് എഴുതുന്നത്. നെക്സ്റ്റ് ഈസ് ഡെഫിനിഷൻ. വാട്ട് ഇസ് ഏത് നമ്മുടെ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് എസ് ഡിഫൈൻഡ് ആൻ ഇവൻറ്റ് ആസ് എനി പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. Let A be an event defined over S.
then we can define a real number of probability A with every A of S known as the probability for occurrence of A if the following are satisfied. What are the conditions? The first condition is 0 less than equal to probability of A less than or equal to 1. എന്താണ് അർത്ഥം? Probability of A is always in between 0 and 1, isn't it? Then what is the probability of S? S എന്താണ്? The all sample unit, അതായത് മൊത്തം നമ്മൾ എടുക്കുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ മൊത്തം പ്രോബിലിറ്റി മൊത്തം സം ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രോബിലിറ്റി എന്തൊക്കെയാണ്? 1/2 പ്ലസ് 1/2 അല്ലേ? സോ ദ ഹോൾ സാമ്പിൾ യൂണിറ്റിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കും. എന്താണിത്? മനസ്സിലായോ? അത് എന്താണ്? അതായത് വെൻ വി ആർ ടോസിങ് കോയിൻ വൺസ്, ഇപ്പോൾ ഒരു തവണ തന്നെ ടോസ് ചെയ്യാമെന്ന് വിചാരിക്കും. വാട്ട് ആർ ദ പ്രോബിലിറ്റി? സാമ്പിൾ സ്പേസ് ഈക്വൽ ടു ഒക്കറൻസ് ഏതൊക്കെയായിരിക്കും? ഐദർ ഹെഡ് ഓർ ടെയിൽ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്? 1/2. എങ്ങനെ 1/2? എത്ര ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി എത്രയുണ്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിനർത്ഥം എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഈക്വൽ ടു എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ. എ മീൻസ് ഹിയർ ഒക്കറൻസ് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് അല്ലേ? ഹെഡ് വരാനുള്ള പോസിബിലിറ്റി എത്രയാണ്? ഒരു തവണയേ ഹെഡ് വരുള്ളൂ. എത്ര തവണ ഔട്ട്കം ഉണ്ട്? എത്ര ഔട്ട്കം ഉണ്ട് ടോട്ടൽ? 2, 1/2. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബി എന്തായിരിക്കും? ടെയിൽ വരാനുള്ള ചാൻസ്. പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു എന്തായിരിക്കും? അഗെയിൻ 1/2 അല്ലേ? ടോട്ടൽ 2 ഔട്ട്കമിൽ നിന്നും ടെയിൽ വരാനുള്ള ചാൻസ്. അപ്പോൾ 1/2 പ്ലസ് 1/2 0.5 പ്ലസ് 0.5 ഈക്വൽ ടു എന്തായിരിക്കും? 1. എന്താണ് ആ 1 എന്ന് പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് ഹോൾ സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ആണ് അടുത്തൊരു കണ്ടീഷൻ. ദെൻ ദ ലാസ്റ്റ് കണ്ടീഷൻ ഇസ് ഇഫ് എ ആൻഡ് ബി ആർ 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്, രണ്ട് ഇവൻറ്റും 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്താണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി. എന്ന് വെച്ചാൽ യൂണിയൻ എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാലോചിക്കുക പ്ലസ് ആണ് സിമ്പിൾ എന്ന് പറയുന്നത്, സം ആണ്. അതായത് പ്രോബിലിറ്റി ഓഫ് എ, ഈ സിമ്പിൾ ഉണ്ടല്ലോ, ഇതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇവൻറ്റുകളുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും. മനസ്സിലായോ? സോ ദീസ് ആർ ദ 3 conditions in which we have defined the axiomatic definition of probability. Next is the permutation and combinations. അപ്പോൾ ഇതുവരെ കണ്ടത് മനസ്സിലായല്ലോ. സോ there are 3 definitions for probability. ഇതൊക്കെയാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ, ഫ്രീക്വൻസി ഡെഫിനിഷൻ ആൻഡ് the axiomatic definitions. ചെറിയ വ്യത്യാസങ്ങളിലേ ഉള്ളൂ മൂന്നും തമ്മിൽ. very 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 important ആണ്, പഠിച്ചിരിക്കുക കേട്ടോ. Then the permutation and combinations. If an event A can happen in n1 ways and another event B can happen 2 ways, then the number of ways in which both events can A and B can happen is specified order in n1x. If there are 3 routes from x to y, 2 routes from y to z, then destination z can be reached from x is 3 into 2 is equal to 6 ways. ഇതൊരു സങ്കല്പം അല്ലെങ്കിൽ ഇതൊരു എന്താണ് ഒരു സിറ്റുവേഷൻ എന്ന് ആലോചിക്കാം. ദാറ്റ് മീൻസ് ഇഫ് എൻ ഇവൻറ്റ് എ ക്യാൻ ഹാപ്പൻ ഇൻ n1 വേസ്. ഒരു ഇവൻറ്റ് എ എന്ന് പറയുന്നത് എത്ര തവണ ഹാപ്പൻ ചെയ്യാം? n1 പ്രാവശ്യം ഹാപ്പൻ ചെയ്യാമെന്ന് വിചാരിക്കും. ഇനി മറ്റൊരു ഇവൻറ്റ് 2 വേസിൽ n2 വേസിൽ ഹാപ്പൻ ചെയ്യുന്നു വിചാരിക്കും. ദെൻ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ബോത്ത് ഈവൻറ്റ്സ് ക്യാൻ ഹാപ്പൻ, അതായത് രണ്ട് ഈവൻറ്റും എ എന്ന് പറയുന്ന ഇവൻറ്റും ബി എന്ന് പറയുന്ന ഇവൻറ്റും ഹാപ്പൻ ചെയ്യാൻ എത്ര മാർഗങ്ങളുണ്ടാവും? n1x എന്ന് വെച്ചാൽ ഒന്നുകൂടെ, ഇഫ് ദർ ആർ 3 റൂട്ട്സ് ഫ്രം എക്സ് ടു വൈ, അതായത് എക്സിൽ നിന്നും വൈയിലേക്ക് എത്താൻ 3 റൂട്ടുകളും 2 റൂട്ട്സ് ഫ്രം വൈ ടു ഇസഡ്, വൈ ടു ഇസഡിലേക്ക് 2 റൂട്ടും ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇസഡിലേക്ക് എത്താൻ എത്ര റൂട്ടുണ്ട്? ആദ്യത്തെ എക്സ് ടു വൈയിലേക്കുള്ള 2 റൂട്ടും വൈ ടു ഇസഡിലേക്കുള്ള 3 റൂട്ടും, എക്സ് ടു വൈക്ക് 3ഉം വൈ ടു ഇസഡിലേക്ക് 2ഉമാണെങ്കിൽ 3 into 2 is equal to 6 ways. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? പെർമ്യൂട്ടേഷൻ റെഫേഴ്സ് ടു ദ അറേഞ്ച്മെൻറ്റ്സ് വിച്ച് ക്യാൻ ബി മെയ്ഡ് ബൈ ടേക്കിംഗ് സം
root of all things at a time all of n things at a time with attention given to the order of arrangement of the selected objects. Mathematicians use a near notation for permutation, that is arrangement. എങ്ങനെയാണ് n അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. Of n object taking r objects at the time by writing this statement as NPR or NP, അതായത് small letter ആവാം capital letter ആവാം NPR. Here the letter P stands for the permutation. N permutation R. Suppose we want to arrange 3 students A, B and C by choosing 2 from them at a time. The arrangements can be done in 6 ways. അതായത് നമ്മൾ ഒരു 3 സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്യുന്നു വിചാരിക്കും. ABC എന്ന് പറയുന്ന 3 സ്റ്റുഡൻസിന് നമ്മൾ അറേഞ്ച് ചെയ്യാണ്. ദെൻ 2 ഫ്രം ദം അറ്റ് എ ടൈം, 2 പേർ അതിൽ നിന്ന് ചൂസ് ചെയ്യാണ് എങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? AB എന്ന് പറഞ്ഞിരുത്താം, അല്ലെങ്കിൽ BA എന്ന് പറഞ്ഞെടുത്താം, തിരിച്ചു മറിച്ചു. ദെൻ AC എന്നെടുത്താം, CA എന്നെടുക്കാം, അല്ലെങ്കിലോ BC എന്ന് എടുക്കാം, അല്ലെങ്കിൽ CB. അതായത് എറ്റ് എ ടൈം 2 സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഇരുത്തുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുത്താം. So in general, suppose there are n objects to permute in a row taking all at a time. This can be done in NPR, അതായത് n number of permutation in R orders ways. NPR equal to n of n minus 1 into n minus 2 is equal to n minus r plus 1. Then factorial notations. We have a compaction for the full expression given by the product n into n minus 1, n minus 2 up to etc. 3 to 1. This is written as n factorial, read as n factorial. So NPN equal to n factorial is equal to n of n minus 1 into n minus r plus 1. Okay. So 6 permutation of 6 equal to 6 factorial equal to 6, 5, 4, 3, 2, 1. That is equal to 720. By definition, 0 factorial is equal to 1. So we have NPR equal to n of n minus 1, n minus r plus 1 equal to n minus 1 of n minus r minus 1, 3 to 1 divided by n minus 1 of n minus r minus 1, 3 to 1. That is NPR equal to, that is n permutation of R equal to n factorial divided by n minus r factorial. So what are the results? The number of permutation of n objects when r objects taken at a time when repetition allowed is equal to n raised to r. Okay. Then the number of permutation of n objectives when all n taken at a time when repetition allowed is equal to n raised to n. Then the number of permutation of n objects of which n1 are of one kind, n2 are of another kind, n3 etc. are another kind etc. taking all n together is given by n factorial divided by n1 factorial, n2 factorial, n3 factorial up to etc. nk, where n1 plus n2 plus etc. nk is equal to the total number of n. Next is combination. A combination is a grouping or selection or collection of all or part of given number of things without reference to their order of arrangements. If 3 students A, B and C are given AB, AC and CB are the only combination of 3 things ABC taken 2 at a time, and it is denoted as 3C, that means 3 combinations of 2. The other permutation BA, CB and AC are not new combinations. So they obtained by permuting each combination among themselves. So the combination of n different things taken are at a time. The number of combinations of n different things taken are at time is denoted as n combination r or
NR, it is given by NCR is equal to NPR by R factorial is equal to N factorial is equal to N into N minus. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. N factorial എന്ന് പറയുന്നത് N into N minus 1 of N minus 1 into N minus R plus 1 divided by 1, 2, 3 etc. up to R. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇപ്പോൾ കോമ്പിനേഷൻസും പെർമ്യൂട്ടേഷൻസും ഇങ്ങനെ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ നമുക്കിനി എന്ത് ചെയ്യാം, പ്രോബബിലിറ്റിയുടെ എക്സാമ്പിൾസിലേക്ക് കിടക്കാം. സോ എക്സാമ്പിൾ 1, ഇത് ഒരു എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സ്ക്ലോസീവ് ഈക്വലി ലൈക്ലി ഇവൻസിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 3 times. ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യാണ്. So find the probability that the tossed result in ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതെങ്ങനെ കണ്ടുപിടിക്കാനുള്ള സൂത്രം എന്താണ്, ഒരു കോയിന് എത്ര ഇവൻറ്റ്സ് ഉണ്ട്, 2 ഇവൻറ്റ്സ്. എത്ര തവണ ടോസ് ചെയ്യുന്നു, raised to 3. ഇതാണ് എന്ത്, ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്കത്തിൽ നിന്നും 2 ഹെഡ് ഒരുമിച്ച് വരാനുള്ള പ്രോബിലിറ്റി എത്രയുണ്ടെന്ന്, എത്ര തവണ വരുമെന്ന് കണ്ടുപിടിക്കണം. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് വരാനുള്ള പോസിബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് 2⁻3 എന്ന് വെച്ചാൽ 2 × 2 × 2 എന്ന് വെച്ചാൽ 4 × 2 = 8 ഔട്ട്കംസ് എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് ഓൾറെഡി അറിയാം. 8 ഔട്ട്കംസ് ഏതൊക്കെയായിരിക്കും. വാട്ട് ഇസ് സൊല്യൂഷൻ, സോറി. Okay, what are the sample space? Here the sample space S equal to ആദ്യം ടോസ് ചെയ്യുമ്പോൾ, അതായത് 3 times ടോസ് ചെയ്യുന്നത്, ഹെഡും വരാം, 3 തവണ ഹെഡ് വരാം. സോ ദർ വുഡ് ബി 8 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അപ്പോൾ 8 ഔട്ട്കമാണ് അല്ലേ 3 തവണ ടോസ് ചെയ്യുമ്പോൾ. അപ്പം എന്താണ് നമ്മുടെ ചോദ്യം, എന്താണ് 2 ഹെഡ്സ്, എത്ര തവണ 2 ഹെഡ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, 2 തവണ ഹെഡ് വരാനുള്ള പോസിബിലിറ്റി എത്രയുണ്ട്. ഇത് 2 തവണയുണ്ട്, ഇതിൽ 2 തവണയുണ്ട്, പിന്നെയോ ഇതിൽ 2 തവണയുണ്ട്, ഇതിൽ 2 തവണയുണ്ട്. ദാറ്റ് മീൻസ് 4 times there is a possibility to occur 2 heads at a time. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ്, എന്താണ് പ്രോബിലിറ്റി ഓഫ് ഈ ഒന്നാമത്തെ ചോദ്യത്തിന് നമ്മൾ എന്ത് പറയുന്നു, പ്രോബിലിറ്റി ഓഫ് എ അല്ലേ. സോ പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 4 heads, favorable cases is 4, and what is the number of outcome, 8. എന്താ ഈ സാധനം, നേരത്തെ നമ്മൾ പറഞ്ഞ m/n ആണ് അല്ലേ, 4/8. എന്താണ് 4/8 എന്ന് വെച്ചാൽ = 1/2. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഏതെങ്കിലും ഒരു ഹെഡ് വരാനുള്ള പോസിബിലിറ്റി ഏതാണ്. ഇതൊരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇതിൽ ഹെഡ് ഉണ്ട്, ഇതിൽ ഹെഡ് ഉണ്ട്. എത്ര പോസിബിലിറ്റി ഉണ്ട്, 7 പോസിബിലിറ്റി. സോ പ്രോബിലിറ്റി ഓഫ് ബി, രണ്ടാം ചോദ്യം, പ്രോബിലിറ്റി ഓഫ് ബി, വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് ബി, ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഇസ് ഈക്വൽ ടു m/n ഈക്വൽ ടു m എത്ര വരും, എത്ര കേസസ് ഉണ്ട് ഫേവറബിൾ, 7 കേസസ് ഔട്ട് ഓഫ് 8 ടോട്ടൽ. സോ ദിസ് ഈസ് അബൌട്ട് fair coin tossed in 3 times. Next is a box contains 8 red and 9 blue and 3 white balls. ഒരു കണ്ടെയ്നറിൽ 8 റെഡ് ബോൾസ് ഉണ്ട്, 9 ബ്ലൂ ബോൾസ്, 3 വൈറ്റ് ബോൾസ്. ദെൻ 3 balls ആർ സെലക്റ്റഡ് റാൻഡംലി. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ന് വെച്ചാൽ 8 ഉം 9 ഉം 3 ഉം എത്ര, ഇത് 20 balls ഉണ്ട് അല്ലേ. മൊത്തം 20 balls ഉണ്ട്. അത് 20 ബോളിൽ 8 എണ്ണം റെഡ്, 9 ബ്ലൂ ആൻഡ് 3 വൈറ്റ്സ്. ആൻഡ് വി ആർ 3 balls വി ഹാവ് സെലക്റ്റഡ് റാൻഡംലി. സോ ഡിറ്റർമൈൻ ദ പ്രോബബിലിറ്റി. അപ്പോൾ എന്തൊക്കെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ. ദ ഫസ്റ്റ് പ്രോബബിലിറ്റി വി ഹാവ് ടു ഫൈൻഡ്, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് 2 ആർ റെഡ്, 1 ഈസ് വൈറ്റ്. ഓക്കെ, അതായത് 2 എണ്ണം എടുക്കുമ്പോൾ 3 എണ്ണം നമ്മൾ എടുത്തതിൽ 2 എണ്ണം റെഡും 1 എണ്ണം വൈറ്റും വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതേ കിടക്കണോ, പ്രോബബിലിറ്റി ഓഫ് 2 റെഡ് ആൻഡ് 1 വൈറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയാണ് കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും നമ്മൾ എടുക്കുന്നത്. അതായത് 8C2 8C2 into 3C1 divided by 20C is equal to 4/95. Then probability of at least 1 is white is equal to 1 minus none is white.
ഒറ്റ ഇതും വൈറ്റ് ഇല്ല എന്നാണ് അതിനർത്ഥം. അതായത് 2 റെഡ് ബോളുകളെടുത്തും ഒരു വൈറ്റുമാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞത് കിട്ടി. രണ്ടാമത് അറ്റ്ലീസ്റ്റ് 1 ഈസ് വൈറ്റ്. ഏതെങ്കിലും ഒരെണ്ണം വൈറ്റ് ആവണമെങ്കിൽ 1 മൈനസ് നൺ ഈസ് വൈറ്റ്. ഏതെങ്കിലും ഒരെണ്ണം വൈറ്റ് ആണെങ്കിൽ ഒരെണ്ണം എന്തായാലും വൈറ്റ് ആണ്. അപ്പോൾ ഒരെണ്ണം എടുക്കേണ്ടതുള്ളൂ. പിന്നെ ഒരെണ്ണം അപ്പോൾ എന്തായിരിക്കും? ഒന്നും വൈറ്റ് അല്ല. ഓക്കെ, സോ 1 മൈനസ് 17C3 ഡിവൈഡഡ് ബൈ 20C3. ദെൻ ലാസ്റ്റ് വൺ, P of none of each color. ഒറ്റ കളറും വരാത്ത പോസിബിലിറ്റി 18/95. Then the theorem of probability. What are theorems in probability? 3 theories ആണ് നമുക്കുള്ളത് theorem of probability. The first theorem of probability is the probability is very 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 important. Okay, the probability an impossible event is 0. ഒരു impossible event, ഒരു പോസിബിൾ അല്ലാത്തൊരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? 0 ആയിരിക്കും. ദാറ്റ് മീൻസ് അതിനെ പറയുന്നതാണ് നൾ ഇവൻ്റ് എന്ന് പറയും. ഓക്കെ, ആ ചിഹ്നത്തെ നമ്മൾ ശൂന്യം, നൾ. സോ ദ P of null, probability of null event is equal to 0. Let null event be an impossible event. So we have sample event S union null is equal to S of probability of S union null is equal to probability of S, sample unit term. Okay. Then the theorem 2. Theorem 2. Probability of A raised to C is equal to 1 minus probability of A. If A and A raised to C are complementary events, we have A union A complement is equal to sample space. So, probability of A union A complement is equal to probability of S. So, the probability of A plus probability of A complement is equal to 1, since A and A complement are mutually exclusive events. Then probability of A complement is equal to 1 minus probability of A. That means what is probability of non-occurrence of an event is equal to 1 minus probability of occurrence of that event. അതായത് എ എന്ന് പറയുന്നതിന് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. പ്രോബിലിറ്റി ഓഫ് എയുടെ നേരെ തിരിച്ചുള്ളതിനാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ നോൺ ഒക്കറൻസിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒക്കറൻസ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ദെൻ തിയറം 3, addition theorem for 2 events. Addition theorem. What is the addition theorem of probability? Addition theorem of probability is probability of A union probability of B is equal to probability of A plus probability of B minus probability of A intersection B. Okay, that means if A and B are any 2 events, the probability for occurrence of either A or B or both is given by probability of A union probability of B is equal to probability of A plus probability of B minus probability of A intersection B. This is addition theorem of probability. It's very important. And the conditional theory of probability. So we have defined the probability for occurrence of an event relative to the outcome set S. In other words, when events is considered already an outcome set S of which A is a subset specified. Hence, it is more appropriate to call the probability of A as the probability of A given S. They may written as probability of A given S. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വരയിട്ട് എഴുതില്ല. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എസ്. അർത്ഥം എന്താണ്? എസ് എന്ന് പറയുന്ന ഓൾ സാമ്പിൾ സ്പേസിൽ നിന്നും എ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് നമ്മൾ എടുക്കുന്നതിനെയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Now we consider a different kind of conditional statement such as the probability of an event A given another B has occurred, where B need not be sure event or the outcome set S. The method of defining a conditional probability of A given B, the probability of A given that the event B has already occurred, can be seen from the following illustration. Suppose a population of n people contain n1 graduates and n2 males. Let A be the event that a person chosen at random is male. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വലിയൊരു ഒരു 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 സാമ്പിൾ സ്പേസാണ്, സാമ്പിൾ പോപ്പുലേഷനാണ്. അതിനകത്തുനിന്ന് എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് പീപ്പിളുണ്ട്. അതിനകത്തുനിന്ന് ആ ജനങ്ങളുടെ പ്രത്യേകത എന്താണ്? n1 പോപ്പുലേഷൻസ് ആർ ഗ്രാജുവേറ്റ്സ്
N2 പോപ്പുലേഷൻ എന്ന് പറയുന്നത് മെയിൽസ് ആണ് എങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കണ്ടീഷൻ വെച്ചാൽ അതിന് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയും. എന്താണത്? ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു N1 ഡിവൈഡഡ് ബൈ ദ ഹോൾ N. എന്താണ് N1? ഗ്രാജുവേറ്റ്. അതായത് ടോട്ടൽ N പോപ്പുലേഷനിൽ നിന്നും നമ്മൾ എടുക്കുന്ന N1 ആരായിരിക്കണം? ഗ്രാജുവേറ്റ് ആയിരിക്കണം. ക്ലിയർ ആയോ? എന്താണ് കണ്ടീഷൻ പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ്? ഹിയർ വി ഹാവ് N നമ്പർ ഓഫ് പോപ്പുലേഷൻസ് ഉണ്ട്. N നമ്പർ ഓഫ് ജനങ്ങൾ നമ്മുടെ ഒരു വലിയൊരു ഗ്രൂപ്പിൽ N നമ്പർ ഓഫ് ജനങ്ങളുണ്ട്. ടോട്ടൽ N ആണ് ഇവർ ടോട്ടൽ N ആണ്. എന്നിൽ ആരൊക്കെ ഉണ്ട്? N1 എന്ന് പറയുന്ന ഗ്രാജുവേറ്റ് ഉണ്ട്, N2 എന്ന് പറയുന്ന മെയിൽസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ കണ്ണും അടിച്ച് റാൻഡംലി കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യാണ്. ആ സെലക്ട് ചെയ്യുന്ന ആളുകളെ പറയുന്നത് നമ്മളെന്താ? പ്രോബിലിറ്റി ഓഫ് എ ആണ്. ഇതാരായിരിക്കണം? ചിലപ്പോൾ ഞാൻ പറയുന്നത് കണ്ടീഷൻ പറയാണ് N1 ആയിരിക്കണം. നിർബന്ധമുണ്ടോ? ആ N1 കിട്ടണമെന്ന് യാതൊരു പോസിബിലിറ്റി ഇല്ല, എന്നാൽ കിട്ടാതിരിക്കുന്നുമില്ല, ചിലപ്പോൾ കിട്ടാം. എങ്കിൽ അവരെ തന്നെ കിട്ടണമെന്ന് നിർബന്ധം പറയാണ്. സോ വി ഹാവ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, ഇവിടെ ഏതാണ് ഗിവൺ ആയിട്ടുള്ളത്? N ഗിവൺ, അതായത് N2 മെയിൽസ് ഓൾറെഡി അവിടെ ഉണ്ട്, പക്ഷേ N2 നമ്മൾ എടുക്കാൻ പാടില്ല. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ആരാണ്? N1 ബൈ ടോട്ടൽ എത്രയുണ്ട്? N പോപ്പുലേഷൻ. മറ്റൊന്നും കൂടെ പറയാം, പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ്? ഈക്വൽ ടു ആരാണ് മെയിൽ? N2 ബൈ N ആണ്. ക്ലിയർ അല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് probability of A is equal to N1 minus N. Probability of B is equal to N2 minus N. N2 divided by N. So probability of A equal to N1 by N. Probability of B equal to N2 by N. ഇതാണ് രണ്ട് പ്രോബിലിറ്റി. അതായത് N എന്ന് പറയുന്ന വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് ബിയും ആണ്. എങ്കിൽ എന്താണ് കണ്ടീഷൻ വരാൻ പോണേ? കേട്ടോ, ഇൻസ്റ്റെഡ് ഓഫ് എൻറ്റയർ പോപ്പുലേഷൻ വി മേ ഇൻവെസ്റ്റിഗേറ്റ് ദ മെയിൽ സബ് പോപ്പുലേഷൻ ആൻഡ് റിക്വയർ ദ പ്രോബബിലിറ്റി ദാറ്റ് എ മെയിൽ ചൂസൺ അറ്റ് റാൻഡം ഈസ് എ ഗ്രാജുവേറ്റ്. എടുക്കാവുന്ന ഒരു മെയിൽ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. Let the number of males who are graduates be N3, which can be represented by an event A intersection B. ഇതിനെ നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടിലും അടങ്ങുന്നതാണ് ഇൻ്റർസെക്ഷൻ B, and we have probability of A intersection B equal to N3 by N. Clear? മൂന്നാമത്തെ ഒരു സാധനം, the probability that a male chosen at random is a graduate, that is N3 by N2. This is a conditional probability that is denoted by probability of A given B. Therefore, probability of A given B is equal to N3 by N2 equal to N3 minus N3 divided by N whole divided by N2 minus N2 divided by N is equal to probability of A intersection B divided by probability of B. Thus, the conditional probability of A is given B is probability of A given B equal to probability of A intersection B all divided by probability of B into probability of B is greater than 0. The definition is probability of A intersection A given B equal to probability of A intersection B divided by probability of B into probability of B is greater than 0. ഇനി പ്രോബിലിറ്റി സിമിലർലി കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നതോ നേരെ തിരിച്ച് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ. Then there is an independent events. Two events are to be independent if the probability of the occurrence of one event will not affect the occurrence or non-occurrence of another event. So dependent event. Two events are to be dependent if the probability of the occurrence of one event will affect the occurrence of non-occurrence of another event. Then the independent of two events A and B. Two events A and B are said to be independent if probability of A given B equal to probability of A or
probability of B given A equal to probability of B, or probability of A intersection B equal to probability of A into probability of B. Next is a Bayes theorem. It's very, very, very important, Bayes theorem. Let S be a sample space which partitioned into a n mutually exclusive events B1, B2, Bn such that probability of Bi greater than 0, I is equal to 1, 2, 3 up to n. Let A be any event of S for which probability of A is not equal to 0. Then the probability for event Bi of I equal to 1, 2, 3 etc. n is given. The event A is probability of Bi given A equal to probability of Bi, probability of B given Bi all divided by sigma I to 1 raised to n. Probability of Bi into probability of A given Bi. Here I equal to 1, 2, 3 up to n. Module 2, Discrete and Continuous Probability Distribution. The frequency distribution which we have already studied refers to the sample drawn from the given population. When the values of variables in the population are distributed according to some law which can be expressed mathematically, such distributions are known as theoretical distribution. Binomial distribution, Poisson distribution, normal distributions are the important distributions. അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനകത്ത് നിന്നുകൊണ്ട് നമ്മളൊരു സാമ്പിൾ എടുക്കുന്ന അതായത് നമ്മളിപ്പോൾ സാമ്പിൾ എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ എന്താണ് ഒരു ടോട്ടൽ 100 പോപ്പുലേഷൻ ഉണ്ട്, അതിൽ നിന്ന് നമുക്കൊരു 50 പോപ്പുലേഷൻ മതി. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു അല്ലേ, അതായത് എ ബി സി എന്ന് പറയുന്ന 3 ക്ലാസ്സുകളാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എ എന്ന് പറയുന്നതിൽ നിന്നും കുറച്ച് കുട്ടികൾ, ബി എന്ന് പറയുന്ന കുറച്ച്, സി എന്ന് പറയുന്ന കുറച്ച് കുട്ടികൾ നമ്മൾ എടുക്കുമ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുക്കുന്നത്? അതൊരു ഒരു 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 പ്രത്യേക കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ഒരു ലോയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിന് എന്ത് പറയുന്നു? അതായത് എന്താ പറയേണ്ടത്, വെൻ വിത്ത് ദ വാല്യൂസ് ഓഫ് വാരിയബിൾസ് ഇൻ ദ പോപ്പുലേഷൻ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ് ടു സം ലോ. ഓക്കെ, അതായത് ദാറ്റ് ക്യാൻ ബി expressed by the way of mathematically. That distribution is theoretical distribution. ഇത് പക്ക ഒരു കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമുക്കൊരു മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ സാധ്യമാകുന്ന ഓരോ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് എന്ത് പറയാം? തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതിൽ നിന്നും നമുക്ക് എന്താണ് പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് ആവാം, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻസ് ആവാം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആവാം. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കണ്ടു അല്ലേ, കഴിഞ്ഞ ചാപ്റ്റർ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ മുൻപ്. എന്താണ് ബെൽ ഷേപ്ഡ് കർവ്? അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന് എന്താണ് ബെൽ ഷേപ്ഡ് കർവാണ് എന്ന് പറഞ്ഞു. ദെൻ മറ്റുള്ളത് റൈറ്റ് ടൈൽഡ് കർവ് ഉണ്ടാവാം, ലെഫ്റ്റ് ടൈൽഡ് കർവ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാത്തമാറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാകുന്ന ഒരു സം ലോസിൻ്റെ അടിസ്ഥാനത്തിൽ, കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സാമ്പിൾ ഡ്രോൺ ചെയ്യുകയാണെങ്കിൽ ഫ്രം എ ടോട്ടൽ പോപ്പുലേഷൻ ഇറ്റ് ഇസ് എ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അറ്റ് ദ സെയിം ടൈം we have different types of distributions that are binomial, Poisson or normal distributions we have. So what is a binomial distribution? Binomial distribution is useful when there are dichotomy events. That means there are 2 possible outcomes, success denoted as S and failure denoted as F. For example, if a coin is tossed 100 times, the number of time getting head in our events, which is considered to be the success, and getting tail will be the failure. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോബബിലിറ്റി കണ്ടപ്പോൾ നമ്മൾ കണ്ടത്, അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആ ടോസ് ചെയ്യുന്ന കോയിനകത്ത് അത് എത്ര തവണയാണ്? ഒരു തവണയല്ല, ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 ഔട്ട്കമാണ്, 2 ഇവൻറ്റ്സ് ആണ് വരാൻ പോകുന്നത്. എന്താണ് ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. ഹിയർ വി ഹാവ് ദ ടോസ്ഡ് ദ കോയിൻ ഇൻ ടു 100 times ആൻഡ് നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഹെഡ് ക്യാൻ ഹാപ്പൻ, റൈറ്റ്? ദെൻ വി ആർ അസ്യൂമിങ് ദാറ്റ് the head will come in all times. Okay, then we can calculate the number of times the head will come can be denoted as a success event. Why? We are assuming that our event will be head distribution. How a binomial distribution is derived? An experiment is to be performed in which the outcome can be classified either as success S or as a failure F. Suppose the probability of success is to be known and denoted by P.
The experiment is repeated in n times and it is given that probability of S, that success, remains the same throughout and trials are independent. When we are interested in finding the probability distribution of X, where X is defined as the number of success in the trials. If probability of success is equal to probability P, then probability of failure is equal to 1 minus P is equal to Q. Then random variable X can be taken as the values 0, 1, 2, 3 up to n. Then how it can be defined? A random variable X is defined to have a binomial distribution if the probability density function of X is given by f of X equal to NCX P raised to X Q raised to n minus X for X equal to 0, 1, 2, 3 up to n, P plus Q equal to always 1. And what is the mean and variance of binomial distribution? Mean is equal to NP, variance NPQ, and standard deviation is root of NPQ. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത്. മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n into p. Then fitting of binomial distribution. എങ്ങനെയാണ് binomial distribution നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുക? It means finding the expected or theoretical binomial frequency against the given observed frequencies. The theoretical frequencies are obtained by multiplying the binomial probability by total frequency. Okay. Here we have one example. നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ 2.5 ആൻഡ് വാരിയൻസ് ഈസ് 1.875. ഓക്കെ, മീൻ എന്ന് പറയുന്നത് 2.5 ആണ്, വാരിയൻസ് എന്നത് 1.875 ആണ്. എങ്ങനെയാണ് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണുക? ദാ ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ടല്ലേ, മീൻ ഈക്വൽ ടു എൻ പി ആണ്, നമുക്കറിയാം മീൻ. അപ്പോൾ മീൻ നമ്മളോട് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2.5 ആണ്. എങ്കിൽ മീൻ എൻ പി എന്ന് പറയുന്നത് 2.5 ആണ്. വാട്ട് ഇസ് എൻ പി ക്യൂ? വാരിയൻസ് 1.875 ആണ്. എങ്കിൽ വാരിയൻസ് നോക്കിയേ, വാരിയൻസ് ഈക്വൽ ടു 2.5. Then that means 2.5q NPQ അല്ലേ. അപ്പോൾ 2.5 is equal to 1.875. Then what is q? അതായത് 1.87 divided by 2.5. അത് ഇക്വേഷൻ അപ്പുറത്തായതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇസ് ഈക്വൽ ടു 0.075. സോ ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. p equal to 1 minus q, that is 1 minus 0.75 equal to 0.25. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിച്ചത്? ഇതാ ഇവിടെ എടുക്കുന്നു കണ്ടോ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു കണ്ടോ, പി ഓഫ് എക്സ് ഈക്വൽ ടു പി, ദെൻ പി ഓഫ് എഫ് ഈക്വൽ ടു 1 minus p എന്ന് പറയുന്നത്. ഓക്കെ, then since np equal to 2.5, 0.25, n equal to 2.5. Okay, so the binomial probability distribution function നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? 10cx into 0.25x into 0.75 raised to 10 minus x. Here n equal to 0 to 10. The next is a Poisson distribution. Poisson distribution is a discrete probability distribution. The distribution was developed by famous French mathematician Simon de Poisson in 1837. Mistake നമുക്ക് എടുക്കാൻ പറ്റും, അത് നമുക്ക് Poisson നമുക്ക് സാധ്യമാവും. The number of customers enter in a bank at 20 minutes times etc. The Poisson distribution is a limiting form of binomial distribution. The Poisson distribution is obtained as an approximation to binomial distribution under different conditions. Conditions are n tends to infinity, p tends to 0 and np is equal to lambda, that is a finite quantity. Then conclusion measures of Poisson distribution. Mean always equal to lambda, variance equal to variance of x is equal to lambda, then standard deviation is equal to root of lambda, that means root of variance. Poisson distribution എങ്ങനെ ഫിറ്റ് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്മോൾ എക്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് ദ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു? ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. Many of the techniques used in applied statistics are based upon the normal distribution. This normal distribution is in many ways the cornerstone of modern statistical theory. This distribution was first discovered by Abraham D. Moivre. Later, two mathematicians, Pierre Laplace and Karl Coase, developed the distribution independently. The normal distribution is known as Gaussian distribution. Definition is എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കിക്കോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി ഓഫ് ആണ്. നേരത്തെ പറഞ്ഞതോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ്. ഓക്കെ, എങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by
standard deviation root of 2 pi e raised to minus x minus mu whole square divided by 2 standard deviation square. Here infinity value and x in the value minus infinity to plus infinity. Okay. Then when n follows a normal distribution, we can write it symbolically as x tends to n into mu standard deviation. X tends to mu standard deviation square. What are the properties of normal? Normal curve properties and normal curve and bell shaped curve. Normal curve is symmetric about ordinate at x equal to mu. The mean, median and mode are identical. The normal curve f of x has minimum at x equal to m. Normal curve extended from minus infinity to plus infinity. The curve touches the x axis only at plus or minus infinity. Then for the normal curve, beta 1 equal to 0, beta 2 slope equal to 3. In a normal distribution, QD is equal to 2 by 3, standard deviation equal to quarter deviation, standard deviation, mean deviation. Then mean deviation equal to 4 by 5. And add all odd order central moments are vanished. The even central moments is given by mu to r equal to 0 and r equal to 1 to etc. This number avam. Point of inflection in the mu plus or minus standard deviation. Lower and upper quartiles are equidistant from median. Median is equidistant. Then the area under normal curve in the P of mu minus standard deviation and then minus standard deviation plus standard deviation. Point 6. Module 3, Theory of Estimation. The distribution of random variable is called distribution of the population. We are interested to study the characteristics of population based on the sample taken from a population. The process of making inferences about the population, making simple sample is known as statistical inference or inferential statistics. That is, a population, a huge population, കുറച്ച് പോപ്പുലേഷനെ നമ്മൾ എടുക്കുന്നത് ഞാൻ എന്ത് പറയുന്നത് സാമ്പിൾ എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ ആ പഠനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കൺക്ലൂഷൻസിനെ അല്ലെങ്കിൽ ആ പഠിച്ചതിൽ നിന്നും കിട്ടുന്ന അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ ഇൻഫറൻസസ് ആയിട്ട് പറയുമ്പോഴാണ് എന്ത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആയിട്ട് മാറുന്നത്. അതിന് മറ്റൊരു പേരാണ് എന്ത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇഫ് n1 n2 എക്സെട്ര mn ഇൻഡിപെൻഡൻ്റ്ലി റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഹിയർ എന്താണ് അതായത് നമുക്കിപ്പോൾ ഒരു സാമ്പിൾ എന്ന് പറയുന്നത് n1 n2 n3 എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ റാൻഡം സാമ്പിൾ ആണെങ്കിൽ ഇഫ് x1 x2 എക്സെട്ര xn ഓഫ് സൈസ് n ഈസ് എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ്. ഓക്കെ, അതൊരു കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ ദറ്റ് വേരിയബിൾ ദറ്റ് ആർ മീൻസ് ഒബ്സർവേഷൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഫ്രം ദ റെപ്പിറ്റേഷൻസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് IID റാൻഡം വേരിയബിൾസ്. ഓക്കെ, അതായത് ഇവിടെ ഒരു ലെറ്റേഴ്സ് കാണാത്തതില്ലേ, അതാണ് ടീച്ചറോട് എഴുതിയിട്ടുള്ളത്. അതായത് x1 x2 എക്സെട്ര xn അത്രയും സാമ്പിൾ സൈസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെഫിനിഷൻ പ്രകാരം വി ഹാവ് ടു ടേക്ക് ദ റാൻഡം സാമ്പിൾ ഓഫ് x1 x2 എക്സെട്ര xn of the size n is collection of random variables x1 x2 etc xn such that the variable xi that are all means of observations of a random variables from the repetitions of a random experiment can be treated as IID random variable. അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങളുടെ ആ മെറ്റീരിയൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള ഓരോ ആൽഫബറ്റ്സും കാണും. ടീച്ചർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് ആർ the process of making inferences about the population, making sample is known as statistical inferences, or it is also known as inferential statistics. And next is there is a parameters and statistics. That means any measure calculated on the basis of a population value is called a parameter. For example, population mean, here is mu, that is the alphabet. I will write here population mean. What is population mean? It can be denoted as the letter mu. And population standard deviation can be classified as sigma. Then population variance sigma square. Then population correlation coefficient, that is here is coefficient
delta, etc. The statistical inference are usually based on statistics, that is on random variables x1, x2, etc. up to up to xn, that constituting a random sample. In other words, any measures computed from the basis of the sample values are called statistics. For example, sample mean xx, sample standard deviation x, sample variance, that is S2, then sample correlation coefficient R, etc. Here is x2. Okay. So these are parameters. അതായത് ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിലും നമ്മൾ കാണിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, മ്യൂ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, സിഗ്മ ഉണ്ട്, ദെൻ എസ് ഉണ്ട്. ഓക്കെ, so these are inferences in which we can select a parameter. Sampling distribution. Population elements included in different samples from the sample population may different. So value of statistics itself to vary from sample to another sample. Thus, if a number of samples each of size n are taken from sample population and for each sample the values of statistics is calculated, a series of values of statistics will be obtained. If the number of sample is larger, these may be arranged into frequency table. The frequency distribution of statistics that would be obtained if the number of samples, each of sample size were enlarged, is called sampling distribution of the statistics. Then the probability distribution of the sample size is called sampling distribution. In other words, by sampling distribution we mean the distribution of a statistics. Then the standard error. What is standard error? The standard deviation of the sampling distribution is called അതായത് സാമ്പിളിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ, അതായത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ, അതായത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്പർ ഓഫ് സാമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ സൈസ് ആയിട്ട് ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ സൈസ് ആയിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാക്കാം. ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് എറർ എന്ന്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. If it is a sampling distribution of function t, then standard error is SE of given by standard error of t equal to എങ്ങനെയാണ് കണ്ടുപിടിക്കുക, root of v of t, where v equal to എന്താണ് v of t equal to e of t square minus e of t the whole square. What are the uses of standard error? Standard error plays an important role in the large sample theory and forms the basis of the testing of hypothesis. എന്തൊക്കെയാണ്? First one, since standard error is inversely proportionate to sample size, then it is very helpful in the determination of the proper size of a sample to taken for the estimate the parameter. Then it is used for testing of given hypothesis. Standard error gives the idea of about reliability of a sample. Then the reciprocal of SE, that is standard error, is measure the reliability of the sample, and it is used to determine the confidence limit of the population parameters like mean, proportion, standard deviation, etc. And sample distribution of a small sample. So small sample sample distribution എന്താണെന്ന് നോക്കാം. The probability distribution of statistics computed from a small sample drawn from normal population is discussed here. Being small sample, we get exact probability distributions of the statistics or exact sample distributions. By a small sample we mean എത്രയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററുകളിൽ കണ്ടു, ലെസ് ദാൻ 30, അതായത് എൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 30 ആയിരിക്കും. ഇനി അല്ലെങ്കിൽ ലാർജ് സാമ്പിൾ എത്രയായിരിക്കും, മോർ ദാൻ 30 ഓർ ഈക്വൽ ടു 30 നമുക്ക് എന്തിനു പറയാം, ലാർജ് സാമ്പിൾ സൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ സാമ്പിൾ മീൻ എന്താണ്? Let x1, x2, etc. xn be a random sample size n drawn from x bar tends to n into mu standard deviation divided by root of n. When x bar is the mean of sample size n drawn from the population, which not normal sampling distribution of x bar can be approximated normal n of mu standard deviation divided by root of n using the central limit theorem provided in n sufficiently large.
In the case of normal population, the distribution x bar is normal n of mu sigma divided by root of n for any sample size n. ഇനി ഈ റിസൾട്ട് അവസാനം എവിടെ എത്തി നിൽക്കും? Here what is the expected value of that, means E of x bar equal to mu of V of x bar equal to sigma square divided by n. Then sample distribution different distributions ഏതൊക്കെയാണ്? chi-square distribution നോക്കാം. കാൾ പിയേഴ്സൺ ആണ് chi-square distribution കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കാൾ പിയേഴ്സൺ described well-known probability distribution called chi-square distribution of the distribution of x n2 is a random variable used as a test statistics. Okay, x1 x2 etc xn population normal population നമുക്ക് റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? Okay, then we have used the chi-square equation is like this. Chi-square is equal to root of sigma I equal to 1 to n xi minus mu divided by sigma whole square. And what is the definition? Definition പ്രകാരം നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? F of chi-square equal to 1 by 2 of n by 2 divided by n by 2 e raised to minus x square divided by 2. Sampling distribution. Population elements included in different samples from the sample population may different. So value of statistics itself to vary from sample to another sample. Thus, if a number of samples each of size n are taken from sample population and for each sample the values of statistics is calculated, a series of values of statistics will be obtained. If the number of sample is larger, these may be arranged into frequency table. The frequency distribution of statistics that would be obtained if the number of samples each of sample size were enlarged is called sampling distribution of the statistics. Then the probability distribution of the sample size is called sampling distribution. In other words, by sampling distribution we mean the distribution of the statistics. Then the standard error. What is standard error? The standard deviation of the sampling distribution is called അതായത് സാമ്പിളിംഗ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അതായത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ അതായത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്പർ ഓഫ് സാമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ സൈസ് ആയിട്ട് ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ സൈസ് ആയിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാക്കാം. ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് എറർ എന്ന്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇഫ് ഇറ്റ് ഇസ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫംഗ്ഷൻ ടി, then standard error is SE of given by standard error of t equal to എങ്ങനെയാണ് കണ്ടുപിടിക്കുക? root of v of t, where v equal to എന്താണ് v of t equal to e of t square minus e of t the whole square. What are the uses of standard error? Standard error plays an important role in the large sample theory and forms the basis of the testing of hypothesis. എന്തൊക്കെയാണ്? First one, since standard error is inversely proportionate to sample size, then it is very helpful in the determination of the proper size of a simple sample to taken for the estimate the parameter. Then it is used for testing of given hypothesis. Standard error gives the idea of about reliability of a sample. Then the reciprocal of SE, that is standard error, is measure the reliability of the sample. And it is used to determine the confidence limit of the population parameters like mean, proportion, standard deviation, etc. And sample distribution of a small sample. So small sample distribution എന്താണെന്ന് നോക്കാം. The probability distribution of statistics computed from a small sample drawn from the normal population is discussed here. Being small sample, we get exact probability distributions of the statistics or exact sample distributions. By a small sample we mean എത്രയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററുകളിൽ കണ്ടു. ലെസ് ദാൻ 30, അതായത് എൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 30 ആയിരിക്കും. ഇനി അല്ലെങ്കിൽ ലാർജ് സാമ്പിൾ എത്രയായിരിക്കും? മോർ ദാൻ 30 ഓർ ഈക്വൽ ടു 30 നമുക്ക് എന്തിനു പറയാം ലാർജ് സാമ്പിൾ സൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും.
Sample distribution sample mean endana. Let explain. So this is about the definition. Okay. Then degrees of freedom. And then degrees of freedom. There are n degrees of freedom in a sample of n observations, but 1 degrees of freedom is used up in calculating x bar, leaving only n minus 1 degree of freedom for the residuals x minus x bar to calculate a square. Then sample distribution of variance. The derivation of exact sample distribution of sample variance a square needs transformation of variables and associated mathematics. And another, here we can see the equation n square divided by sigma square tends to chi square into n minus 1 degrees of freedom. Okay. Then students t distribution. So chi-square distribution is the first distribution. Then second, there is a students t distribution. According to the central limit theorem, if simple random variable of size n are taken from a population whose mean and standard deviation are mu and sigma, then the sample x bar will be distributed normally with mean mu and standard deviation sigma divided by root n. In other words, നമുക്ക് എന്ത് ചെയ്യാം, equation when n എന്നത് 0 1 ആണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം, z equal to x bar minus mu divided by sigma by root of n. Here n will be 0 and 1. This can be used as a definition of t statistics. The next is f distribution. Another important distribution is f distribution, named after honor of Sri Ronald F. Freicher. The f distribution, which we shall later find to be a considerable practical interest, is the ratio of two independent chi-square random variables derived by their respective degrees of freedom. If u and v are independently distributed with the chi-square distribution with n1 and n2 degrees of freedom, then what is f distribution? F distribution എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? u divided by n1 whole divided by v by n square. That means n2, not n square, n2. Here n1 and n2 are the degrees of freedom. Okay. Then a central limit theorem. The theorem states that the sum of the, it's very important, no? The theory states that the sum of a very large number of a random variable is approximately normal distributed with the mean equal to sum of means of variables and variance equal to sum of the variance of the variable provided, and the random variable satisfies certain very general assumptions. What is the estimation theory? The main objective of the statistical analysis are to draw a valid conclusion about the population on the basis of the sample drawn from the population. The statistical inference is the process of making inference about unknown accepts the distribution of population based on samples taken from it. So the unknown aspect may be the form of a distribution or the values of the parameters involved in it. The characteristics like mean, median, mode, standard deviation, etc. of the population is referred to as parameters of the population. നമ്മൾ നേരത്തെ കണ്ടതാണ്, ആദ്യം കണ്ടതാണ് തുടക്കത്തിൽ അല്ലേ. ഇനി statistical inference is primarily inductive in nature because the unknown parameters of the population are calculated by the sample taken from that population. There are mainly two ways for the inferential statistics. One is estimation of parameter, next is test of hypothesis. The theory of estimation was expounded by Professor R.F. Fisher in his research paper around 1930. The estimation can be made in two ways. One is point estimation and next is interval estimation. പഠിച്ചിട്ടുള്ളതായിരിക്കും. ദെൻ പോയിന്റ് എസ്റ്റിമേറ്റ് എന്താണ്, അതായത് രണ്ട് തരത്തിലാണ് സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ തിയറി അതായത് എസ്റ്റിമേഷൻ തിയറിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻഫറൻഷ്യൽ, അതായത് വലിയൊരു സാമ്പിളിൽ നിന്നും നിങ്ങൾ ചെറിയൊരു സാമ്പിൾ എടുത്ത് അതിൽ നിന്നും കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നു. ആ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്ററും ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസും. എങ്കിൽ ഈ തിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് രണ്ട് വഴികളാണ്. ഏതൊക്കെയാണ്? പോയിന്റ് എസ്റ്റിമേഷനും ഇൻ്റർവൽ എസ്റ്റിമേഷനും. എന്താണ് പോയിന്റ് എസ്റ്റിമേഷൻ? If from the observation in a sample a single value is calculated as an estimate of the unknown parameter, അതായത് അൺനോൺ പാരാമീറ്ററിൽ നിന്നും അതായത് അൺനോൺ പാരാമീറ്റർ ചെയ്യുമ്പോൾ, അതായത് ഇഫ് ദ ഒബ്സർവേഷൻ സാമ്പിളിൽ നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒബ്സർവേഷൻസ് അതൊരു സിംഗിൾ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ. ഇനി ഇറ്റ് ഈസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് ദ അൺനോൺ പാരാമീറ്റർ എങ്കിൽ
എന്താണ് the procedure is referred to as point estimation. കൃത്യമായി പറഞ്ഞാൽ if we use a value of x bar to estimate the value of mu of population, we are using point estimation. Correspondingly, we refer to statistics x bar as point estimator. That is, the term estimator represents a rule of method of estimating the population parameter, and the estimate represents value produced by the estimator. Okay. There are four criteria for finding a good estimator. ഒരു എസ്റ്റിമേറ്റർ ഗുഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ ഏതെല്ലാം ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം? ഇറ്റ് ഷുഡ് ബി അൺബയാസ്ഡ്, ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്, ദെൻ എഫിഷ്യൻറ്റ്, ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് ഷുഡ് ബി സഫിഷ്യൻറ്റ്. സോ അൺബയാസ്ഡ് എന്താണെന്ന് കൺസിസ്റ്റൻറ്റ്, എഫിഷ്യൻസി ആൻഡ് സഫിഷ്യൻറ്റ്. അൺബയാസ്ഡ് മീൻസ് unbiased estimator is a statistic that has an expected value equal to unknown true value of the population parameter. Okay, population parameter expected value എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കൺസിസ്റ്റൻസി മീൻസ് the good estimator എന്ന് പറയുന്നത് that it will be provides increasingly more precise information about the parameter. അപ്പോൾ പാരാമീറ്റർ തീറ്റയാണ് എടുക്കുന്നതെങ്കിൽ with increase of sample size n. അതായത് സാമ്പിൾ സൈസ് കൂടുന്തോറും, അതായത് ലാർജ് സാമ്പിൾ ആയിരിക്കണം എന്നർത്ഥം. അതായത് ലാർജ് സാമ്പിൾ ആണെങ്കിൽ സാമ്പിൾ സൈസ് കൂടുന്തോറും, ഇപ്പോൾ സ്മോളിൽ നിന്ന് തുടങ്ങി ഓരോ സാമ്പിൾ സൈസ് കൂടുന്തോറും അതിൻ്റെ ഇൻഫർമേഷൻ എന്തായിരിക്കും? കുറെ കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, മീൻ ക്ലാരിറ്റി ഉണ്ടായിരിക്കും, പ്രിസൈസ് ആയിരിക്കും. So there will be a consistent. Then efficiency. If there are several unbiased estimator of given parameter, നമ്മൾ എടുത്ത given parameterന് unbiased estimator ഉണ്ടെങ്കിൽ, if there are several unbiased estimators of given parameter, we usually taken the value with smallest variance. അതായത് എപ്പോഴും, അതായത് വാരിയൻസ് ഏറ്റവും കുറവ് എപ്പോഴാണോ, ഡിഫറെൻറ്റ് വാല്യൂസ് എടുക്കുമ്പോൾ കുറവ് ഏതാണോ ആ കുറഞ്ഞ ഇത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എടുക്കാനായിട്ട്. അതായത് T1 ലെസ് ദാൻ വാരിയൻസ് ഓഫ് T2. അതെന്ന് വെച്ചാൽ T1 ഡിഫറെൻ്റ് ആണ് ഏതിനെക്കാട്ടിലും, T2നെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. The sufficiency means an estimator is said to be consistent if it provides all information contained in a sample in respect to estimate the parameter. Then interval estimation. Then there is a point estimation. Here we have interval estimation. The point estimator എന്ന് പറയുന്നത് it will be used to produce a single number and hopefully close to unknown parameter. So there are problems for the point estimator whether the parameter and estimator is different to each other. Okay, പാരാമീറ്ററും എസ്റ്റിമേറ്ററും ഡിഫറെൻ്റ് ആയി വരുമ്പോഴേ നമുക്ക് പോയിൻ്റ് എസ്റ്റിമേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർവൽ എസ്റ്റിമേറ്ററിലേക്ക് പോവുകയാണ്. സോ ഇൻ്റർവൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് T1 T2 എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ റാൻഡം ഇൻ്റർവെല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ ഹെൻസ് ഇറ്റ് വിൽ ബി ഡിഫർ ഇൻ ഡിഫറെൻറ്റ് സാമ്പിൾ. രണ്ട് സാമ്പിളിൽ രണ്ട് തരത്തിലുള്ള വാല്യൂസ് ആണ് കിട്ടുക. സോ സം ഓഫ് ദീസ് ഇൻ്റർവെൽസ് വിൽ കണ്ടെയ്ൻ എ ട്രൂ വാല്യൂ ഓഫ് എ പാരാമീറ്റർ, some of them will not. So this leads to saying we are 100 of 1 minus alpha % confident that our single interval contain true parameter value. So T1 T2 is called confidence interval or എന്താണ് confidence coefficient എന്നും പറയാനായിട്ട് സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ നോൺ പോപ്പുലേഷനിൽ എടുക്കുന്നത്, അതായത് മ്യൂ സിഗ്മ ഉപയോഗിച്ച് എങ്ങനെയാണെന്നുള്ള ഇക്വേഷൻസാണ് ഈ താഴെ കാണുന്നത്. ഓക്കെ, ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു തിയറട്ടിക്കലായിട്ട് തന്നെ പഠിക്കാം. ഇക്വേഷൻസ് എല്ലാം നോക്കി ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. Module 4, Testing of Hypothesis. The theory of testing statistical hypothesis concerns a special class of decision problem. Here, many important decisions made in the face of uncertainty involve a choice between just two alternatives. The managers of a company may to choose between newspaper and a television for his advertisement campaign. To compare difference in a mark of two class before and after the online class, etc. Statistical techniques can be used to evaluate or quantify such risk and, if possible, to provide criteria for minimizing the risk of making wrong decision. Such area of statistics inference is called testing of hypothesis. അതായത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പോത്തസിസ് ചെയ്യും അല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസ്യൂം ചെയ്യുന്നതിനാണ് ഹൈപ്പോത്തസിസ് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യാണ് ഇതിങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ ആയിരിക്കും എന്ന്, പോസിറ്റീവായിട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്യുന്നു. നേരെ തിരിച്ച് സംഭവിക്കാം, നെഗറ്റീവായിട്ടായിരിക്കാം ഇത്, അയ്യോ ഇതിൻ്റെ ഔട്ട്കം നെഗറ്റീവായിരിക്കുമെന്ന് നമുക്ക് ഹൈപ്പോത്തസിസ് ചെയ്യുന്നു. അപ്പം അവിടെ എന്താണ്, ദർ ഇസ് എ ചാൻസ് ഓർ ദർ ഇസ് എ റിസ്ക്
അല്ലേ? സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളെടുക്കുന്ന ആ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇഫ് ഓൺ ദ സപ്പോസിഷൻ ദാറ്റ് എ പർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ, വി ഫൈൻഡ് ദ റിസൾട്ട് ഒബ്സർവ്ഡ് ഇൻ എ റാൻഡം സാമ്പിൾ ഡിഫർ മാർക്ക്ഡ്ലി from those expected under the hypothesis on the basis of the pure chance of using sampling theory. We would say that the observed difference are significant and would be inclined or reject the hypothesis. A rule or procedure which enables us to decide whether accept or reject the hypothesis or determine whether observed sample differ significantly from expected result are called test of hypothesis or test of significance. And here we have null hypothesis. എന്താണ് null hypothesis? Hypothesis. The hypothesis to be tested is usually referred to as the null hypothesis and it is denoted as a symbol H0. അത് H0 ആണ്. നമുക്കതിനകത്ത് ചില സിമ്പിൾസ് വർക്കാവുന്നില്ല. സൈഡിലേക്ക് വരുമ്പോഴത്തേനും അത് വർക്കാവുന്നില്ല. ഞാനത് എഴുതി കാണിക്കാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അത് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ, H0 ആണ്. ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദ null hypothesis is a proposition of zero differences. Fisher has emphasized that every experiment may be said to exist only in order to give the chance of disproving the null hypothesis. Thus, a hypothesis which is set up with the possibility of its being rejected at some defined probability value is called a null hypothesis. എന്താണ് അപ്പോൾ null hypothesis? A hypothesis which is set up with the possibility of its being rejected, അതായത് റിജക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള ഒന്നിനെ നമുക്ക് എന്ത് പറയാം? നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ഷോ ദാറ്റ് സ്റ്റുഡൻസ് ഓഫ് കോളേജ് എ ഹാവ് എ ഹയർ ആവറേജ് IQ ദാൻ ദ സ്റ്റുഡൻറ്റ് ഓഫ് കോളേജ് ബി, then we might formulate the hypothesis that there is no differences in the IQ of the students of both colleges. That means here we are നമ്മളിവിടെ എന്ത് ചെയ്യാണ്? രണ്ട് കോളേജിനെ എടുക്കുകയാണ്. എ എന്ന് പറയുന്ന കോളേജിനെയും ബി എന്ന് പറയുന്ന കോളേജിനെയും നമ്മൾ എടുക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അത് ദ IQ ഓഫ് കോളേജ് എ എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് ഫ്രം കോളേജ് എയുടെ IQ എന്ന് പറയുന്നത് ഹയർ ദാൻ ദ IQ ഓഫ് ദ സ്റ്റുഡൻസ് ഫ്രം കോളേജ് ബി. കോളേജ് ബി എന്ന് പറയുന്ന കോളേജിലെ സ്റ്റുഡൻസിനെക്കാട്ടിലും IQ കൂടുതലാണ് കോളേജ് എയുടെ. പക്ഷെ നമ്മളിന്ന് ഹൈപ്പോത്തസിസ് ചെയ്യാണ് ഇവിടെ. IQൻ്റെ കാര്യത്തിൽ രണ്ട് കോളേജും തമ്മിൽ ഡിഫറൻസസ് ഇല്ല. ദർ ഇസ് നോ സച്ച് എ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ significance among the students regarding the IQ, അല്ലേ? അപ്പോൾ ഹിയർ ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ഷോ ദാറ്റ് സ്റ്റുഡൻസ് ഓഫ് കോളേജ് എ ഹാവ് എ ഹയർ ആവറേജ് IQ ദാൻ സ്റ്റുഡൻസ് ഓഫ് കോളേജ് ബി, ദെൻ വി മൈറ്റ് ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ് ദാറ്റ് ദർ ഇസ് നോ ഡിഫറൻസസ് ഇൻ IQ ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ബോത്ത് കോളേജസ്. എങ്കിൽ ശരിക്കും നൾ ഹൈപ്പോത്തസിസിനെ എങ്ങനെയാണ് നമ്മൾ സിംബലൈസ് ചെയ്യുന്നത്? H0. അത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണെങ്കിൽ H1 എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ H0 ആണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ എഴുതുന്നത്? H0 എന്ന് പറയുന്നത് എന്താണ്? മ്യൂ എ അല്ലേ? അതായത് അതിനെടുക്കുന്ന സാമ്പിൾ മീൻ അല്ലേ? മ്യൂ എ ഈസ് ഈക്വൽ ടു മ്യൂ ബി. ദാറ്റ് മീൻസ് ഈസ് ഓൾവേസ് ഈക്വൽ എന്ന് പറയാം. ദെൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ടാകുന്നത്? ഇൻ ദ ടെസ്റ്റിംഗ് പ്രോസസ് H0, അവിടെ എല്ലാം H ആണ്. H0 is either rejected or not rejected. If H0 is not rejected, it means that the data on which the test is based do not provide sufficient evidence to cause a rejection. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? എ എന്ന് പറയുന്ന കോളേജിലെ ദാറ്റ് ഈസ് വി ആർ റിജക്റ്റിംഗ് ദ H0 that will cause a type 1 error when H0 is true. Okay, then when we are accepting H0 and H0 is false, it causes a type 2 error. Okay,
Then any test of H0 will tell us either to accept H0 or to reject H0 based on the observed sample values. Thus, it is not possible to commit both errors simultaneously. Then the alpha is equal to P, that is type 1 error, that is P rejecting H0 given H0 is true. It's equal to probability of rejecting H0 or H0. Beta is equal to P of type 2 error, that is P of accepting H0 or H1. So every test of H0 has values for the pair alpha and beta associated with it. It would be seem ideal if we would find the test simultaneously minimize both alpha and beta, but this is not possible. Since each of an alpha and beta is probability, we know that alpha is greater than or equal to 0 and beta greater than or equal to 0. That is 0 is the minimum value of each. No matter what H0 and H1 state and what observed value occur in the sample, we would use the test. Accept H0, with this test we would never commit a type 1 error, since we would not reject H0 no matter what the sample values were. Thus for this test alpha is equal to 0, which implies beta equal to 1. So the converse of this test, which would always reject H0 given beta is equal to 0 and alpha is equal to 1. Then what is a test statistics? The testing statistical of hypothesis is explicit of rules for deciding whether deciding either to accept or reject the null hypothesis in favor of the alternative hypothesis, consistent with result obtained from a random sampling taken from the population. As the sample itself is a set of observations, so usually an approximate function of sample observation is chosen, and decision either to accept or reject the hypothesis taken on the value of this function. This function is called test statistics or test of criteria in order to distinguish it from an ordinary descriptive statistic or estimator such as X bar. Then critical region. The basis of the testing of hypothesis is the partition of sample space into exclusive region, namely the region of acceptance and region of rejection. If the sample point falls in the rejection point, H0 is rejected. The region of rejection is called critical region. Thus, the critical region is the set of those values of test statistics which leads to rejection of the null hypothesis. Critical region that can be denoted as W. Then the level of significance. The validity of H0 against H1 can be tested at a certain level of significance. The level of significance is defined as the probability of rejecting the null hypothesis H0 when it is true, or the probability of type 1 error. Actually, this is the probability of test statistics falling in the critical region when the hypothesis is true. So, significance is called size of critical region, size of the test that produces risk. It is denoted by alpha. Alpha is usually expressed as a percentage such as 1%, 2% and 5%, so on. Then power of a test. The probability of rejecting the null hypothesis at 0 when it is actually not true is called the power of a test and given by 1 minus r beta. Power of a test is also called power of critical region. That is, the power is equal to P of rejecting H0 or H1 is true is equal to 1 minus P, that is accepting H0 and H1. At last is equal to 1 minus P of type 2 error, that is equal to 1 minus beta. Then there is a critical value. The value of test statistics which separates the critical region and acceptance region is called critical value. So the critical value is usually referred as Z alpha or T alpha, depending on the sampling. The parameter test of hypothesis. A population parameter like mean, proportion and the variance are great in business and economic applications. Parameter test of hypothesis mainly there are two groups. One is the large sample test and there is small sample test. So, two parameter test of hypothesis. One is large sample size test. Next is small sample test. Small sample test, that is exact sampling distribution of test statistics will be known. Test statistics sample mean
Large sample test ആണെങ്കിൽ normal distribution plays a key role and justification for it. It is found in the famous central limit theorem, that is, when sample size is large, most of the statistics are normally or at least approximately normally distributed. That's why be a statistic satisfying the condition of CLT, that is central limit theorem, then the statistics can be given by Z. Z is equal to y minus e of y divided by root of v into y, and it tends to n of 0 and 1 for large n. ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടാവും. That is, sample 25 items are taken from a population with standard deviation 10 and sample mean found to be 65. It can be regarded as a sample from a normal population with mu equal to 60. ഇതാണ് ചോദ്യം. എങ്ങനെയാണ് നമുക്ക് ഗിവൺ n ഈക്വൽ ടു 25, അതായത് ടോട്ടൽ ഐറ്റം എന്ന് പറഞ്ഞാൽ 25 ആണ്. സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്താണെന്ന് നമുക്കോട് പറഞ്ഞു 10. ദാറ്റ് എക്സ് ബാർ മീൻ എത്രയാണ് 65, സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 65 ആണ്, മ്യൂ എന്ന് പറയുന്നത് 60 ആണ്. So we have to test that what is our x0. Mu equal to 60 against mu is not equal to 60, then alpha equal to 0.005. So the best critical region is modulus z is greater than or equal to 1.96. Here the test statistics is z equal to x bar minus mu divided by standard deviation of divided by square root of n. So finally we have to get modulus z equal to 2.5, which is always greater than the critical region, that is 1.96. So since the z lies in the critical region, calculated value is more than table value. We have to reject our x0. So that is the sample cannot be drawn from a normal population, that is mu equal to 60. ഇതാണ് ചോദ്യം. സാമ്പിൾ ഫ്രം നോർമൽ പോപ്പുലേഷനിൽ നിന്നാണോ നമ്മൾ മ്യൂ ഈ 60 ആയിട്ട് നോർമൽ പോപ്പുലേഷനിൽ നിന്നാണോ നമ്മൾ സാമ്പിൾ എടുത്തതാണ് നമ്മുടെ ചോദ്യം. ക്യാൻ ഇറ്റ് പ്രൂവ് ഇറ്റ്? നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. ഇറ്റ് കനോട്ട് ബി ഡ്രോൺ. വൈ? എന്താ നമുക്ക് പറയാൻ പറ്റിയത്? ടേബിൾ വാല്യൂ എന്ന് പറയുന്നത്, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് മോർ ദാൻ ദ ടേബിൾ വാല്യൂ. ദെൻ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആണെങ്കിലോ ദ സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ് ആണ്. സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ വരുന്ന ടെസ്റ്റാണ് സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ്. The test of hypothesis is based on student t-test is called t-test. The test for population mean. The test of population means using student t-distribution which have parent population as normal. The sample must be small, that is number of population less than 30. Module 5, Analysis of Variance. The techniques of analysis of variance were first derived by Sir R. Fisher. In ANOVA testing, we are dealing with comparing two population means. When more than two experimental or field samples are to be compared, more general methods are required. So the analysis of variance, that is ANOVA, is used when simultaneous comparisons are made of measurements from more than two samples. When samples are influenced by several kinds of effects occurring simultaneously, this statistical technique is adopted to decide which effects are important and to estimate such effect. അപ്പം നമ്മൾ ഇത്രയും സമയം കണ്ടത് എന്താണ്? പ്രോബബിലിറ്റി എന്താണ്, ആ പ്രോബബിലിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ് എന്നൊക്കെ കണ്ടു അല്ലേ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, അതായത് ആ ഓരോ വാരിയൻസ് അല്ലെങ്കിൽ ഇതിനെ അനലൈസ് ചെയ്യാൻ കുറേ നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇതിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ഒരു വാരിയൻസ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ മൊഡ്യൂളിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ അപ്പോൾ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറയുന്നത്, അതായത് വാരിയൻസിനെ അനലൈസ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനോവ എന്ന് പറയുന്നത്. ഫിഷറാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, അതായത് ഹിയർ വി ആർ ഡീലിംഗ് വിത്ത് കമ്പയറിങ് ടു പോപ്പുലേഷൻ മീൻസ്. രണ്ട് പോപ്പുലേഷൻ മീൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അനോവ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. സോ ദ അനോവ ഈസ് എ പ്രൊസീജിയർ വിച്ച് സെപ്പറേറ്റ്സ് ദ വേരിയേഷൻ അസൈനബിൾ ടു വൺ സെറ്റ് ഓഫ് കോസസ് ഫ്രം വേരിയേഷൻ അസൈനബിൾ ടു അനദർ സെറ്റ് ഓഫ് കോസസ്. That for example, 4 varieties of wheat are sown in a plots and their yield per acre was recorded. We wish to test the null hypothesis that the 4 varieties of wheat have same yield.
This can be done by taking all possible pairs of means and testing significance of their differences. So, but the variation in yield is due to differences in the wheat seed, fertilizer of the soil, of the various plots, and the different kinds of fertilizers used. Were interesting to test variation in yields is due to differences in varieties, differences in due to fertilizers, or differences in both. അപ്പം ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാം. അതായത് ഹിയർ നമ്മൾക്ക് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ 4 തരത്തിലുള്ള അല്ലെങ്കിൽ 4 വെറൈറ്റിയിലുള്ള വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്യാണ്. എന്താണ് ഹൈപ്പോത്തസിസ് ചെയ്യുന്നത്? നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ 4 പ്ലോട്ടിൽ നിന്നും അല്ലെങ്കിൽ 4 വെറൈറ്റിയിൽ നിന്നും കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ ഒരേ സമയത്താണ് വിത്ത് വിതയ്ക്കുന്നത്, ഒരേ സമയത്താണ് നമ്മൾ ഹാർവെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ സെയിം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാണ്? അനുമാനിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്യാണ്. ഇതിനെ പറയുന്ന പേരാണ് നൾ ഹൈപ്പോത്തസിസ്. അതായത് നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മുടെ ഹൈപ്പോത്തസിസാണ് നൾ ഹൈപ്പോത്തസിസ് ചെയ്യാണ്. എന്നാൽ ഓക്കെ, അപ്പം ദെൻ ഫൈനലി വി ഹാവ് ടു ഡിറ്റർമൈൻ ടേബിൾ വാല്യൂ. ഇനി ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് അവർ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ അവർ ടേബിൾ വാല്യൂ, വി ഹാവ് ടു റിജക്റ്റ് അവർ നൾ ഹൈപ്പോത്തസിസ്. എന്താ നൾ ഹൈപ്പോത്തസിസ്? നൾ ഹൈപ്പോത്തസിസും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഉണ്ട് അല്ലേ. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്താണ് നമ്മൾ ചെയ്തത്? എല്ലാത്തിൻ്റെയും സാമ്പിൾ മീൻ ഈക്വലാന്ന് പറഞ്ഞു അല്ലേ. ആൽഫ 1, ആൽഫ 2, ആൽഫ അപ് ടു ആൽഫ സി തുടങ്ങിയിട്ടുള്ളത് ഈക്വലാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഏതെല്ലാം ഇതാണോ നമ്മൾ എടുത്തത്, ഏതെല്ലാം സാമ്പിൾ മീനാണ് എടുത്തത്, അതിൽ നിന്നുള്ള വാരിയേഷൻസ് ഈക്വലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിജക്റ്റ് ചെയ്യേണ്ടി വരും. സോ ഫൈനലി നമ്മൾ എന്താണ്? ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ്. അപ്പം എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതും സമപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോഴ്സ് ഓഫ് വാരിയേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. സോഴ്സ് ഓഫ് വാരിയേഷൻ കണക്കാക്കുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയൊക്കെ ആവാം? ബിറ്റ്വീൻ കോളംസ് ആവാം, വിത്തിൻ ദ റോ ആവാം, റെസിജ്വൽ ആവാം. ബിറ്റ്വീൻ കോളംസിൽ സം ഓഫ് സ്ക്വയേഴ്സ് കാണുമ്പോൾ SSC, നേരത്തെ നമ്മൾ പറഞ്ഞ SSR എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് റോസ് ആണ്. റെസിജ്വൽ ആണെങ്കിൽ SSC ആണ്. ദെൻ മീൻ സ്ക്വയർ MSE, MSRും MSE. ദെൻ വാരിയൻസ് റേഷ്യോ എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോളത്തിൽ നിന്നുമാണെങ്കിൽ MSE/MSE. ദെൻ FR റോയിൽ നിന്നുമാണെങ്കിൽ MSR/MSE. So these are the different references you can go through for your further readings. Okay, thank you.